ഏവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ബാലേന്ദ്രൻ തെക്കന്മാർ, സ്വദേശം കണ്ണൂർ അഴീക്കോട്. ഏറെക്കാലമായി ഷാർജയിൽ വസിക്കുന്ന ഒരു പ്രവാസി. ഞങ്ങളുടെ ഈ ഉദ്യമം കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ ചലിപ്പിക്കാനും അല്പമെങ്കിലും ചിരിപ്പിക്കാനും കഴിഞ്ഞാൽ ഞങ്ങളേറെ ധന്യരായി കൃതാർത്ഥി. നമ്മൾ അറിഞ്ഞ വിവരം ജനങ്ങൾ അറിഞ്ഞെന്ന് തോന്നുന്നു. ദേ സ്വീകരിക്കാനായിട്ട് ആൾക്കാർ നിൽക്കുന്നു. നമ്മൾ അത്രയും വളർന്നോ? നീ വളർന്നിട്ടില്ല, ഞാൻ വളർന്ന്. ഇവരല്ലോ. എന്തായാലും വെറുതെ ഒരു സ്വീകരണം കിട്ടുന്നല്ലേ, ഏറ്റുവാങ്ങാ. താ 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 നമസ്കാരം സാറേ. നമസ്കാരം. ഞങ്ങൾ ഈ ചാനലിൽ വരിക. ഇതുകൊണ്ട് അവിടെ ക്യാമറ ഇരിപ്പുണ്ട്. അപ്പൊ സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ, താങ്കളുടെ 20 ദിവസത്തെ ജയിൽവാസം എങ്ങനെയുണ്ടായിരുന്നു? പുതിയ അനുഭവം? എടോ, ജയിൽവാസം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു പുത്തിരിയല്ല. നിരവധി ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള പാരമ്പര്യമാണ് ഞങ്ങളുടേത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ജയിലിലെ സുഖസൗകര്യങ്ങളൊക്കെ? സുഖസൗകര്യം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെ പോലുള്ള നേതാക്കന്മാർക്ക് ഇവിടെ VIP പരിഗണനയല്ലേ. AC റൂമും സുഭിക്ഷവും സുഖസമൃദ്ധമായ ഭക്ഷണവും അങ്ങനെ അങ്ങനെ. പിന്നെ ബ്ലൂടൂത്തോട് സമയം പോയത് അറിഞ്ഞില്ല. വിളിക്കണോ അല്ല വിക്രമ, ഈ രാഷ്ട്രീയക്കാരും നമ്മൾ കള്ളന്മാരും തമ്മിൽ എന്താ വ്യത്യാസം? എടാ, നമ്മളും അവരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ ജനങ്ങൾ അറിയാതെ ഓടളക്കി കക്കുന്നു, അവര് ജനപിന്തുണയോടെ വോട്ട് നേടി കക്കുന്നു. നമസ്കാരം. നമസ്കാരം. ക്യാമറ ഓ, നിങ്ങളാണ് ഇന്നിറങ്ങുന്നതിന്റെ കുപ്രസ്ഥ കള്ളൻ. ഭീകരന്മാര് ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ നിങ്ങൾ എന്ത് കുറ്റമാണോ ചെയ്തത്? ഇദ്ദേഹം 5 കൊലപാതകമാണ് ചെയ്തേക്കുന്നത്. 5 കൊലപാതകം? ആരെയൊക്കെയാണ് താങ്കൾ കൊന്നത്? 3 പാറ്റ 2 പല്ലി. ഓ, ഈ 2 പാറ്റായി 3 പല്ലിയാണ് വലിയ കൊലപാതകം. ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കൊലപാതകം തന്നെയാണ്. അത് ശരി. അപ്പൊ താങ്കൾ കുറ്റം ചെയ്തു എന്താണെന്നാ പറ വിക്രമ? ഇവനാണ് എന്നെ ഈ കൊലയ്ക്കൊക്കെ പ്രേരിപ്പിച്ചത്. പ്രേരണാ കുറ്റം, പ്രോത്സാഹനം. ചാനലുകാരാ, ഇനി ഇവിടെ നിന്ന 6ാമതൊരു കൊലപാതകം കൂടി എനിക്ക് ചെയ്യേണ്ടി വരും. വേണ്ട വിക്രമ, ഞാൻ ചെയ്യും. ഇങ്ങോട്ട് വരാൻ, കുനിഞ്ഞു വരാൻ. ഇങ്ങോട്ട് വാ. ഇപ്പൊ മനസ്സിലായ 6ാമത്തെ കൊലപാതകം? ദാ മുഴുത്തൊരു കൊതുക്. മുത്തു, പോലീസ് പിടിക്കുന്നതിന് മുമ്പ് രക്ഷപ്പെടാം. ചേട്ടാ, 1 മിനിറ്റ്, ഒരു ലഗേജ് കൂടി ഇറക്കാനില്ലേ? എത്ര? 10 രൂപ. 10 രൂപ? ഒരാൾക്ക് എത്രയാണ്? ഒരാൾക്ക് 5 രൂപ. ഇത് ഹാഫ് ടിക്കറ്റ് അല്ലേ? ആന്നും പറഞ്ഞാൽ പറ്റത്തില്ല. 10 രൂപ. ഇത് കൊച്ചാണ്. കൊച്ചിന്റെ എഫക്ട് വേണ്ട. എടാ, പൈസ എടുക്കും വരേക്ക്. ചേട്ടാ, തർക്കിച്ചെടുക്കാണ്ട് കാശ് എടുത്തു കൊടുക്കില്ല. ഈ ആളാരെന്ന് മനസ്സിലായ? ജിമ്മൻ ജോർജിന്റെ മെയിൻ ആളാണ്. ജിമ്മൻ ജോർജിനെ മനസ്സിലായില്ലേ? ചേട്ടാ, തടിയേടാക്കാണ്ട് വേഗം പോവാൻ നോക്ക ഈ സ്ഥലത്ത് നിന്ന്. ജിമ്മൻ ജോർജിനെ അറിയാൻ പാടില്ല. ജിമ്മൻ ജോർജിന്റെ അനിയനാണല്ലേ? ശബരിമലയിൽ ആണവക്കരാർ. ആണവക്കരാർ അല്ലടാ, അരവണക്കരാർ. സൂക്ഷിച്ചു നോക്ക്. ആണോ? അത് ശരി. ചേട്ടാ, 2 ചായ വേണേ? വിത്തൗട്ട് വേണ്ട. ചമ്പക്കുളം മൂലം വള്ളംകളി. ചമ്പക്കുളം മൂലം വള്ളംകളി. അങ്ങനെ തിരിച്ചു വായിക്കണം. മൊത്തം അക്ഷരപ്പശക. എടുത്തോ. ഇതെന്താ വളഞ്ഞിരിക്കണ ചായ? കൈക്കൊരു ചെറിയ പ്രശ്നമുണ്ടേ. ചെറുതല്ല, വലിയ പ്രശ്നമാണ്. ചേട്ടാ, ഇങ്ങ് വന്നേ. ഇതെന്നാ ചായ ഇത്? ഇതിനകത്ത് മധുരയില്ല, മധുരയിട്ട ചായല്ലേ ചോദിച്ചേ? അങ്ങനെ ഒരു മധുരം ഉണ്ടാവല്ലോ. തുപ്പിടണായിരുന്നു. എനിക്ക് വേറെ ചായ വേണേ. ഇന്ന ഒരു ലെറ്റർ ഉണ്ട്. എന്ത് പറ്റടാ കഴുത്തിന്? പെടലിരിക്കാൻ പറ്റത്തില്ല. ഇന്നലെ വൈകുന്നേരം
ആ ജിമ്മൻ ജോർജിന്റെ ഇടയിലൊന്ന് പെട്ടുപോയേ. നിനക്കറിയാൻ പാടില്ല ജിമ്മൻ ജോർജിന്റെ സ്വഭാവം. ആവശ്യമില്ല ചുമ്മാ ഓരോ നാളെ തന്നെ ഞാൻ സ്ഥലമേറ്റം മേടിക്കാൻ പോവാ. കരയിലെ പോയി തിരുമിക്ക് എന്നോട് അവന്റെ കളി. എടാ മൊത്തത്തിൽ ഇവിടെ ശ്രദ്ധിച്ച എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ അപകടം സംഭവിച്ചിട്ടുണ്ട്. ചേട്ടാ ഒരു കടി വേണേ. അവനെന്നെ കടിച്ചിട്ട് ഓടിയേക്കണ്. നിങ്ങൾ കടിയെന്ന് വല്ലതും പറഞ്ഞോ? ആ ഒരു കടിയെന്ന് പറഞ്ഞു. ഓ അങ്ങനെ നിൽക്കുമ്പോ കടിയെന്ന് പറയരുത്. കടിയെന്ന് പറഞ്ഞാൽ അപ്പ ഒന്ന് കടിച്ചിട്ടു. എടാ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രാന്ത ഇതിൽ വരലെന്ന്. ചേട്ടോ പാലേ ആ കാലിനെങ്ങനെ ഉണ്ടാ? കുഴപ്പമില്ല, എന്റെ ജമ ശരിയായിക്കോളും. അല്ല ഏട്ടാ ഇത് എന്ത് പറ്റിയതാണ്? ഇതാ ജിമ്മൻ ജോർജ് ഓടിച്ചാണ്. ജിമ്മൻ ജോർജ് അല്ല ഏട്ടാ, ആരേ ജിമ്മൻ ജോർജ്? അയ്യോ, ആ മുതുകാലിന് എന്ന് ജിമ്മിൽ പോകാൻ തുടങ്ങി അന്ന് തുടങ്ങി ഈ നാടിന്റെ കഷ്ടകാലം. അറിയാവോ, അവനെ പറ്റി പറയാനാണെങ്കിൽ ഒത്തിരി കഥകളുണ്ട്. സ്ട്രോങ് അല്ല, തൈസ് സ്ട്രോങ് ആയിരിക്കണം. ജിമ്മില് വാട പോർക്കെ സ്ട്രോങ് ആയിരിക്കണം. ഇങ്ങോട്ട് വന്നേ, ബാടിങ്ങാട്ട് ഒന്ന് പോയേ. പോയെന്നാ ബാടിങ്ങാട്ട് സ്ട്രോങ് ആയിരിക്കണം ജീവിക്കുമ്പോ. ബോഡി ബിൽഡിങ്ങിന് വാടാ. ഇവിടെ നടക്കാൻ ജീവനില്ല, അപ്പോഴാണ് ബോഡി ബിൽഡിംഗ്. നീ ഒന്ന് പോയേ. ഇങ്ങോട്ട് പഞ്ചേര വന്നേ, കാണിച്ചേരാ. ഇങ്ങോട്ട് വാട, നീ ഇന്ന് പഞ്ചേടാ കാണിച്ചേരാ. കണ്ട, നീ സ്ട്രോങ് അല്ല. കാലത്തെ കപ്പലണ്ടി പിണ്ണാക്ക് തിന്നണം, പിന്നെ ഉച്ചക്ക് സാമ്പാറും ചോറും, വൈകിട്ട് പൊറോട്ട ഇറച്ചിയും തിന്നണം. പിന്നെ നീ എന്തിനാണ് ജീവിക്കണ? പോയി ചത്തൂടെ? അവങ്ങൾക്ക് ജീവിക്കണ്ടേ? ഇത് കണ്ട, തൈസ് കണ്ട? പൈസ ഉണ്ട്. ആ പൈൽസ് വരും. ജിമ്മിൽ വന്നാ തൈസ് വരും. മനസ്സിലായ? ഒരു കാര്യം ചെയ്ത് ഇവിടെ ഇട്ട് പഞ്ച് ചെയ്തേ. ഇവിടെ ആരും ഇല്ലടാ. ധൈര്യമായിട്ട് ഇരിക്കടാ. സ്ട്രോങ് അല്ല നീ. എഴുന്നേറ്റ് വാട പിശാച്. കളിക്ക് പോന്നി. കളിക്കില്ല നീ. റോട്ടി കിടന്ന് കളിക്കാണ്ട് ജിമ്മിൽ വന്ന് കളിക്കാൻ. കണ്ട, പഞ്ച് സ്ട്രോങ് ആയിരിക്കും. കുഞ്ചാണ്. ജിമ്മിലാണ്ട് വാ, സ്ട്രോങ് ആവണെങ്കി. അല്ല പിന്നെ പോടാ ദുഷ്ട കാലമാടാ. ഈ പരമദുഷ്ട ജിമ്മി പോലും പറഞ്ഞ് മനുഷ്യരോട് ജീവിക്കണ്ടേ? ഉപദ്രവിക്കും. അവനും അപ്പിട്ടു. ഇതൊക്കെ അനി അവന്റെ ക്രൂര കൃത്യങ്ങള്. എന്തായാലും ചേട്ടൻ ഭാഗ്യവാനാണ്. വേറെ അപകടങ്ങളൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ലല്ലോ. ചേട്ടോ, അവൻ വരാൻ സമയമായി. അപ്പൊ ഞാനങ്ങോട്ട് നോക്കിയും പോണേ. ആ മൊത്തം തളർന്നിറങ്ങണായിരുന്നു. എന്നിട്ടാണ് ഡീസന്റ് ഡയലോഗ് അടിച്ചത്. അല്ല, ഈ ജിമ്മൻ ജോർജിന്റെ വീട്ടിൽ ചോദിക്കാനും പറയാൻ ആരുമില്ലേ? ചോദിക്കാനും പറയാനുള്ള ആളല്ലേ എഴഞ്ഞു കുത്തി പോണത്. ആരത്? അവന്റെ അപ്പൻ. ആരെയും കിട്ടിയില്ല ഇങ്ങേരെ മേത്ത് കയറും. അറിയാവോ? പറഞ്ഞ നാവെടുത്തല്ലേ വരണുണ്ടല്ലോ കാറ്. നിങ്ങളുടെ കൂടെയുള്ള ആളെന്ത്? മുത്തുവിന്റെ കാര്യം ഇങ്ങനെയാ. അടി എപ്പ വരുന്നോ അപ്പൊ അവൻ മുങ്ങിക്കളയും. അത്ര ധൈര്യ. ആള് വരണേ. എന്തായാലും വരുന്നുണ്ട്, നോക്കിയിരിക്കാം. നമ്മളൊന്നും ചെയ്യത്തില്ല. ഇതെന്താണ് മയിൽക്കുറ്റിയുടെ മുകളിൽ ഒരു ഓന്ത് കയറിയിരിക്കുന്നത്? കിളമ്പം വന്നിട്ടില്ല. സ്ട്രോങ്ങല്ല പോർക്കെ. ജിമ്മിൽ വാ. തൊട്ടപ്പ തന്നെ അങ്ങാട്ട് വീട്. ഇതാരാണ് ഇരിക്കണത്? മലന്തവളെ. നീ ഓർഡർ ചെയ്ത ചായയാണത്? അപ്പൊ ഞാൻ എടുത്ത് കുടിക്കാൻ പോണേ. പൊറോട്ട 7 മണിക്ക് മൈദ കുറച്ച് വെച്ചേ. ആ പൊറോട്ട അടിക്കടാ. ചായ എടുത്ത് മോൻ തക്കിട്ട് ഓടാകത്താട്ട്. പൊറോട്ട അടിക്കാനാ ഞാൻ പുച്ചപ്പടിക്കാൻ നടക്കണേ. പേപ്പറൊക്കെ വായിക്കൂ. എന്തേ പത്രമൊക്കെ വായിക്കും. ഞൊട്ടും ഞാൻ. ചേട്ടാ ഞാനിവിടെ ഇരുന്നോട്ടേട്ടാ, ഞാൻ പത്രം വായിച്ചോണ്ടിരിക്കുക. പത്രം ക്യാരം ബോർഡ് കളിക്കാറുണ്ടാ? ക്യാരം ബോർഡ് കളിക്കാറുണ്ട്. അതിൽ സ്ട്രൈക്കർ അടിക്കണ പോലെ അടിച്ചളയും ഞാൻ. ചേട്ടാ എന്തിനാ ഇങ്ങനെ ഈ കൊച്ചു പിള്ളേരെയൊക്കെ ഉപദ്രവിക്കുന്നേ? നിന്നെ കണ്ടിട്ട് പ്രസവിച്ച കൊച്ചിന്റെ പോലെയാണ് ഇരിക്കണത്. ചേട്ടാ കളിയാക്കല്ലോ കേട്ടോ. കയ്യിലാട്ട് കയറിയില്ല. ജിമ്മിന്റെ ഡംബിൾസ് അടിക്കാൻ വേണ്ടിട്ടാണ്.
കേറിയിരിക്കണ ഇങ്ങാട്ട്. ഇല്ല ചേട്ടാ ഞാൻ ഇവിടെ ഇരുന്നോളാം, സാരമില്ല. നിനക്ക് പൊക്കം വെക്കണം. ആ പൊക്കം വെക്കണം. വീട്ടില് ബാറുണ്ടാ? വീട്ടിൽ ബാറില്ല, നാട്ടിൽ ബാറുണ്ട്. ആ ബാറല്ലടാ, തൂങ്ങിട്ട് ഇങ്ങനെ അടിക്കണ ബാറ്. അത് തന്നെ, ഇങ്ങനെ എഴുന്നേറ്റ് വെക്കണം. എന്നിട്ടുണ്ടല്ല ഓടാ ഇങ്ങനെ വലിച്ച് ഇങ്ങനെ പിടിക്കണം. ആ. എന്നിട്ട് ഇരുന്നിട്ട് ബെഞ്ച് പ്രസ് അമ്മച്ചി. നിന്നെ കുറെ നേരമായിട്ട് ഈ ചെവിക്കട. ഞാൻ സ്ട്രൈക്കറാണ്. ആ, കൊക്ക കുടിക്കില്ല. ഇതുവരെ നിന്നെ ആരും കൈ വെച്ചിട്ടില്ല. അതാ കൈ നിന്റെ കൊണ്ട് കുഴപ്പം. അല്ലടാ നിന്നെ ഞാൻ കൊല്ലുവാ. ഇരിക്കില്ല. നിന്നെ അയ്യോ 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 ഞാൻ പ്രസവിച്ച കൊച്ചാണ്. അല്ലടാ, നിന്നെ ഞാൻ കടിച്ച് ചെവിയിൽ നിന്ന് ഞാൻ കടിച്ചു. അയ്യോ പിടിയട്ട പിടിയട്ട ഇനി കാണിക്കടാ. പറ. പിടിയട്ട. എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ കിടക്കാം. പക്ഷെ കടയിൽ പൊറോട്ട അടിക്കാൻ വേറെ ആളില്ലെന്ന്. പേടിച്ചല്ലേ? ആര് പേടിച്ച്? നീയല്ലേ പേടിച്ച്? എടാ എന്നെ ആ മുതുകാലം ജിമ്മൻ ജോർജിന്റെ മുമ്പിലോട്ട് ഇട്ടിട്ട് 2 ദിവസമായില്ലടാ നീ മുങ്ങിട്ട്. ഞാൻ മുങ്ങിയതൊന്നുമല്ല. പിന്നെ ആ ജോർജിനെ ഒതുക്കാൻ വേണ്ടി ആ പലരിക്കടയിൽ ഒരു കത്തി മേടിക്കാൻ ചെന്ന്. അവിടെ ചെന്നപ്പോ അവര് പറഞ്ഞു അവിടെ കിട്ടൂല, മലപ്പുറത്ത് കിട്ടുള്ളൂ. അങ്ങനെ മലപ്പുറം കത്തി മേടിക്കാണ്ടി മലപ്പുറത്ത് ചെന്നപ്പോ അവര് പറഞ്ഞു അവിടെ ഹർത്താലാണ്. അങ്ങനെ കൊല്ലന്റെ അടുത്ത് ചെന്നിട്ട് കത്തി. ആ നിർത്ത് നിന്റെ കത്തി നിർത്ത്. എടാ ഒരു മലപ്പുറം കത്തി പോലും ഇല്ലാതെ എന്റെ ഈ മർമാണി ചൂണ്ടുവരലുകൊണ്ട് ഞാൻ ജിമ്മൻ ജോർജിനെ ഒതുക്കി. മനസ്സിലായില്ലേ? ഇതിൽ നിന്നും നീ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണാവോ? പൊക്കത്തിലൊന്നും വലിയ കാര്യമില്ല, ബുദ്ധിയില്ല. ആ എന്താ ഇവിടെ ഒരു ആൾക്കൂട്ടവും ബഹളവും കരച്ചിലൊക്കെ? ആരോ മരിച്ചെന്ന് തോന്നണ്ടാ. ആരോ മരിച്ചോ? അതല്ല, ആരാണ്ട് മരിച്ചെന്ന്. ആഹാ മുത്തു, എന്തായാലും ഒരു പണിയില്ലല്ലോ. 7ാം പൊക്ക അടിയന്തരവും ഉണ്ട്. നമുക്ക് സന്തോഷമായിട്ട് തിരിച്ചു പോരാം. എന്തായാലും കാര്യം അന്വേഷിച്ചിട്ട് ഒന്ന് വരാം. കേറി നോക്കാം. വാ. നമസ്കാരം. ചേട്ടാ എപ്പോഴായിരുന്നു? ഇന്നലെ ഉച്ചക്ക്. എത്ര വയസ്സുണ്ടായിരുന്നു? 23. പഠിക്കായിരുന്നു? അയ്യോ ആരില്ലേ, എഞ്ചിനീയറിംഗിന് ആരില്ലേ? അയ്യോ മനുഷ്യന്റെ കാര്യത്തിലൊന്നും. പയ്യന്റെ ആരാ? ചെക്കന്റെ ആരാണ്? ഞാനവന്റെ കൊച്ചച്ഛനാ. അയ്യോ ഇപ്പൊ കൊണ്ടുവരൂന്നാ പറഞ്ഞേ. അയ്യോ എന്താണ് തല്ലണ? അയ്യോ എന്റെ മോൻ പോയേ. അയ്യോ അയ്യോ എന്റെ മോനെ. എല്ലാവരുടെയും മുഖത്ത് തേങ്ങലും മുറ്റത്ത് തേങ്ങ. എനിക്ക് തോന്നുന്ന തെങ്ങ് വീണ് മരിച്ചാന്ന് തോന്നുന്നു. തെങ്ങ് ചതിക്കില്ലെന്ന് പറയാൻ പറ്റത്തില്ല, ചില സമയത്ത് തെങ്ങും ചതിക്കും. ഈയിടെയായിട്ട് അവരും ചതി തുടങ്ങിയിട്ടുണ്ട്. എന്തൊരു സൗണ്ട്? കൂമന്റെ ഒച്ചയാണുള്ളത്. പയ്യന്റെ ആരാ? അമ്മാവനാ. അമ്മാവന് വിശക്കണ്ട? ദുഃഖം കടിച്ചമർത്തിയതാ. ഓ സമാധാനിപ്പിച്ചാന്ന്. സമാധാനിപ്പിക്കണേ. ശരിക്കും എന്താ സംഭവിച്ചത്? 10 മണിയായപ്പോ ഞങ്ങളെല്ലാരും ഉണ്ടായിരുന്നു കൂടെ. 10 മണിയായപ്പോ പറഞ്ഞ അമ്മാവ തൊണ്ട വരല് ചൂടുവെള്ളം വേണമെന്ന്. പിന്നെ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കായിരുന്നു ഒന്നും വരുത്തല്ലേ എന്ന്. പിന്നെ കേൾക്കണത് പോയിന്നാണ്. എന്റെ മോൻ പോയല്ലോ. നീ എന്തിനാ മോങ്ങണത്? ഈ അമ്മാവന്റെ എല്ലാ കഴിവുള്ള മോനായിരുന്നേ.
എഞ്ചിനീയർ ആകേണ്ടവനായി ഇപ്പൊ കൊണ്ടുവരുന്ന വണ്ടി വന്നടാ. അയ്യോ എന്റെ മോനെ മോനെ പോട്ടെടാ. ചേട്ടാ ഒരു മിനിറ്റ് ബോഡി കാണാനില്ല. ബോഡി ബോഡിയാ? ആ 23 വയസ്സുള്ള മരിച്ച എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ്. മരിച്ച എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റാ? അവന്റെ ബോഡി എവിടെ? ബോഡി? എന്ത് ബോഡി? ആ ഡെഡ് ബോഡി. ആര് മരിച്ചെന്നാണ് പറയുന്നത്? ആ ചേട്ടന്റെ ആഗോള മോൻ മരിച്ചില്ലേ? എന്റെ മോൻ മരിച്ച കൊല്ലി ഞാൻ. എടാ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആയി ഞങ്ങളുടെ മോനാണ് ഈ നിൽക്കുന്നത്. അപ്പൊ ഇയാള് മരിച്ചില്ലായിരുന്നോ? പിന്നെന്തിനാ നിങ്ങൾ എല്ലാവരും മരിച്ച വീട്ടിൽ കരയണ പോലെ കരഞ്ഞത്? എടാ എന്റെ പുള്ള ഇന്നലെ റിയാലിറ്റി ഷോയിൽ പാട്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ പോയതാണ്. എലിമിനേഷൻ റൗണ്ടിൽ അവര് പിടിച്ച് പുറത്താക്കിയെന്ന്. അതിന്റെ സങ്കടമാണ് ഞങ്ങൾക്ക്. എന്റെ ഒരു 50 രൂപ കാണാതെ പോയിന്ന്. എവിടെ പോയത്? ആ ബാറിൽ പോയെന്ന്. ഞാൻ ബാറിൽ പോയില്ലേ, അപ്പൊ പോയത് എന്റെ. ബാറി പോയ പൈസ ഇവിടെ തപ്പിയ കാണുവാണ്. അത് ബാറി ചെന്ന് തപ്പണ്ടേ? എന്നാ നീ പറയുന്ന? എടാ ബാറ് മൊത്തം അവിടെ ലൈറ്റ് ഒന്നുമില്ല, ഭയങ്കര ഇരുട്ടല്ലേ. ഇവിടെ ആകുമ്പോ നല്ല വെട്ടമുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ വന്ന് തപ്പിയ. വെട്ടമുള്ളടത്ത് തപ്പിയല്ലേ പൈസ കിട്ടും. പോയില്ലണ്ണാ. അയ്യോ 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 അയ്യോ. വല്ലതും പറ്റിയ ചേട്ടാ? എന്നാ പറ്റാന്? താൻ എന്നാ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്? ഞാനിത് ഓൺ അടിച്ചു. ഞാൻ കറക്റ്റ് വണ്ടിയുടെ നടുക്കൂടെ തന്നെയല്ലേ നടന്നു വന്ന്. എന്നെ നേരെ വന്ന് വണ്ടി ഇടിക്കേണ്ട കാര്യമില്ല. ഞാൻ ഓൺ അടിച്ചായിരുന്നാ 3-5 എന്നാ ഫോൺ അടിച്ചെന്ന്? അങ്ങേറ്റത്തും സ്ഥലമുണ്ട് ഇങ്ങേറ്റത്തും സ്ഥലമുണ്ട്, എന്നിട്ട് നടുക്കൂടെ വന്ന് വണ്ടി ഇടിക്കേണ്ട കാര്യമില്ല. ഞാൻ ഓൺ അടിച്ചത് കേട്ടില്ല. കൈ ഒടിഞ്ഞു, കൈ ഒടിഞ്ഞു. ഇത് സാരമില്ല, ഇത് ചുമ്മാ തൊലി പോയത്, അത് കുഴപ്പമൊന്നുമില്ല. തൊലി പോയതാ? കൈക്ക് തൊലി പോയതാണ്, കുഴപ്പമൊന്നുമില്ല. നോക്കിയാ തൊലി പോയല്ലേ. ഞാൻ ഓൺ അടിച്ചതാന്ന്. ഒത്തിരി പ്രാവശ്യം ഓൺ അടിച്ചതാ. ഓൺ അടിച്ചതാ ഞാൻ. നീ ഹോൺ അടിച്ച? എത്ര ഹോൺ അടിച്ചു? ഞാൻ 5 ഓൺ അടിച്ച് ഒരു ബ്രേക്കും ചവിട്ടിയതാ. 5 ഹോണും ഒരു ബ്രേക്കും ചവിട്ടിയതാ. മതി, നിന്റെ ഭാഗത്ത ന്യായം. അവൻ 5 ഹോണും ഒരു ബ്രേക്ക് ഓടിച്ചിട്ടുണ്ട്. അല്ല 5 ഓണും ഒരു ബ്രേക്ക് അടിച്ചു പറഞ്ഞിട്ട് മനുഷ്യനെ മേത്ത് വണ്ടി വെച്ചിട്ട് അതല്ലേ വൈദ്യുതം ഉണ്ടായിരുന്നേ. ചവിട്ടിയാ പറയാം. ഞാൻ ചവിട്ടി, ബ്രേക്ക് ചവിട്ടിയായിരുന്നു. നീ ചവിട്ടിയെന്ന് പറഞ്ഞാൽ മനുഷ്യനെ മേത്ത് വണ്ടി വെച്ചിട്ട് നീ ഹോണും ബ്രേക്കും അടിച്ചായിരുന്നു. എന്നാ നീ മിണ്ടണ്ട. വണ്ടി നീ ചുമ്മാ തലയിലൂടെ ഒന്ന് പോകരുത്. നിനക്ക് ന്യായം പറഞ്ഞാ നീ എന്നെ അല്ലല്ല, ഞാൻ നടുക്കൂടെ തന്നെയാ വന്നേ. ഒരു കുഴപ്പമില്ല. ആ നടുക്കൂടി തന്നെ വന്നാ ഇടിക്കും. അങ്ങനെ സൈഡിൽ കൂടെ പോകാമായിരുന്നല്ലോ. ആർക്ക് സൈഡിൽ കൂടി? സൈഡിൽ കൂടെ ഇവന്റെ പേരിലാണ് കുഴപ്പം. എന്റെ ഭാഗത്ത് എന്തോ തെറ്റ്? 10,000 രൂപ മുടക്കി ഞാൻ ഇപ്പൊ ഇറക്കിയ വണ്ടിയാ. 10,000 രൂപ? എന്നാ പണിയാടാ കാണിച്ച? 10,000 രൂപ മുടക്കി വണ്ടിയുടെ ഫ്രണ്ടിലാണ് വണ്ടി 10,000 രൂപ സംസാരിക്കേണ്ട കാര്യം ഞാൻ പറയട്ടെ. കാര്യം കാണുമ്പോ ന്യായമായിട്ട് പറയട്ടെ. ന്യായം വെള്ളം അടിച്ചിട്ടെന്ന് പറഞ്ഞ അന്യായം പറയും. ന്യായം പറ. അതാ പറഞ്ഞു. ആ ചെറുക്കന്റെ മേത്തേക്ക് വണ്ടി കൊണ്ട് കയറ്റിയത് ആ മറ്റേ ചെറുക്കല്ലേ ഈ വണ്ടി ബൈക്ക് ഓടിച്ചവൻ. സുഖു, ഞാൻ പറയുന്നത് ഒരു വണ്ടി 5 ഹോണും ഒരു ബ്രേക്കും ചവിട്ടിയ ഒരു വണ്ടി നിൽക്കുകയല്ലേ? നിങ്ങൾ 5 ഹോണും 5 ഹോണും ഒരു ബ്രേക്കും നിങ്ങളുടെ ജാതി ഒരു സൈസ് വർത്താനം പറഞ്ഞു. എന്നാ അല്ല നിങ്ങളുടെ ജാതിക്ക് തന്നെയാണ് ഇത്ര ഈ ജാതിക്ക് പറയുന്നത്. എന്താ പ്രശ്നം? അവര് പോയല്ലോ, എന്താ പ്രശ്നം പറ. എല്ലാ പ്രശ്നം അവന് 5 ഹോളും ഒരു ബ്രേക്ക് ചവിട്ടിയിട്ട് നടന്നു വന്നവരോടോ. സമാധാനം, സമാധാനം.
മിണ്ടല്ലേ എന്താ പ്രശ്നം എന്താ? നിങ്ങളുടെ പ്രശ്നം അല്ല, എന്താണ്? അല്ല, കാര്യം എന്താ? കാര്യം എന്താണെന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയവരില്ലേ അവര് കെട്ടിപ്പിടിച്ച് പോയി. ആര്? ആക്സിഡന്റ് ഉണ്ടായ ആൾക്കാർ പോണോക്കേ. അവർക്ക് യാതൊരു കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? അവന്മാര് കൊള്ളാലോ, അവന്മാര് പോയല്ലോ. എടാ അവന്മാര് പോയി. അവർക്ക് കൂടെ നമ്മൾ തിന്നാൻ റെഡി ഉണ്ടാക്കിയത്. കൊള്ളാം കേട്ടാ. അവന്മാര് പോയി. വല്ല കാര്യമുണ്ടോ? സാമർത്ഥ്യമായി പോയി. വെറുതെ നമ്മളെ ഇടി വെപ്പിച്ചു. ദേ ഒരു ലോറിയും കാറും കൂടി ഇടിച്ചല്ല. ആണ്ടാ ആ ലോറിക്കാരൻ്റെ അല്ലേ കുഴപ്പം നോക്കി. ആ ലോറിക്കാരൻ ഒന്ന് കയറ്റണ്ട. ആ ലോറിക്കാരൻ ലോറിയുടെതല്ല, അതാ കാറിന്റെ കുഴപ്പമാ. കാറിന്റെ കുഴപ്പം. നിങ്ങൾ പിന്നെ ഈ കാറിന്റെ കാര്യം പറഞ്ഞു. നീ ഇവിടെ ഇനി പിടിച്ചു മാറ്റണ്ട. പോട്ടെ പോട്ടെ. എന്തിനാ? അങ്ങോട്ട് നോക്കാണ്ടിരിക്കണമെന്നല്ലേ ഇടുവാ. അതെ അവിടെ നടക്കും. നീ കാര്യം അതെ ഇവന്മാര് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവന്മാർക്ക് വേണ്ടി ചില സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കള്ളെന്ന് പറയും, അതിന്റെ കുഴപ്പമാണ്. അല്ല, എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല മുത്തു. ഈ ആഗോള സാമ്പത്തിക പ്രതിസന്ധി എല്ലായിടത്തും ഉണ്ടായിട്ടും ഈ കള്ളു വ്യവസായത്തിൽ മാത്രം യാതൊരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ലേ? അവിടെ ഒരു പ്രതിസന്ധി ഇല്ല. നമുക്കൊരു കാര്യം ചെയ്താല കള്ള് ഷാപ്പിൽ പോയി ജോലി ചെയ്താലോ? എന്തായാലും ഉപജീവന മാർഗത്തിന് കള്ളെങ്കി കള്ള് ഷാപ്പിലേക്ക് പോവാം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ 4 ദിവസമായി നടന്നു വരുന്ന മദ്യവിരുദ്ധ ഉപവാസ സമരത്തിന്റെ അവസാന ദിവസമായി ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന എന്താണെന്നാൽ, മനുഷ്യനെ നെറികെട്ടവനാക്കുന്ന ഭ്രാന്ത് പിടിച്ച് പിച്ചുമ്പായും പറയുന്ന ഈ മദ്യപാനം വേണോ എന്നാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. എന്നോട് ഇങ്ങനെ തന്നെ വേണം കേട്ടോ. എന്താ ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഡെയിലി വെള്ളം അടിക്കുന്ന എന്നോട് ഇങ്ങനെ തന്നെ വേണം. എന്തോന്ന് വേണം? ഇവിടുത്തെ ഈ ഷാപ്പിന്റെ രാഷ്ട്രീയം നടന്നത് നിങ്ങൾ എന്നെ അറിയിക്കുന്നതാ. നിന്നെ കൂടി ഞാൻ മടുത്തല്ലോ. നിനക്കൊക്കെ എന്റെ നെഞ്ചത്തോട്ട് കയറാൻ നിനക്ക് ഈ പരിപാടി നിനക്ക് തന്നെ അറിയാം. നിനക്ക് ഇവിടെ ഇപ്പൊ അവർ സ്റ്റാർ സിംഗറിന്റെ അവരുടെ ഗാനമേള നടക്കും. ആ സ്റ്റാർ സിംഗറുടെ ഗാനമേള അല്ല നടക്കുന്നത്. പിന്നെ ഇവിടെ എന്നെ നടക്കുന്ന വെച്ചാ മദ്യത്തിന് അമ്മമാര് സമരം ചെയ്യാം. എന്നെ കേൾക്കുന്ന പ്രിയജനമേ, ഞാനൊന്നു പറയുകയാണ്. മദ്യപാനം എന്നത് പാപമാണ്, പാപം. ആ 3-ാം പേജിലെ ആദ്യത്തെ വാർത്ത ഒന്ന് വായിക്കാം. കഴിഞ്ഞ 4 ദിവസമായിട്ട് അമ്മമാര് അവിടെ കിടന്ന് തലയും കുത്തി മറിയാ. നിനക്കറിയാവോ? ചേട്ടാ, നമ്മള് പെണ്ണുപിള്ള വീട്ടിൽ പോയപ്പോ ഇവന്മാർ എന്തൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത്. കാട്ടിക്കൂട്ടുന്നു. ഒരു കാര്യം നിന്നോട് പറയട്ടെ, എങ്ങനെയാലും ഈ പദ്ധതി നിനക്കൊന്ന് പൊളിക്കാൻ പറ്റുമോ? എടാ നമുക്ക് ജീവിക്കണ്ടേ? നമുക്ക് ഇതില്ലാതെ ജീവിക്കാൻ പറ്റും. ഈ റാസ്കൽസിനൊക്കെ ഇതെല്ലാം അറിയാവോ? ഇപ്പൊ എന്താ ഞാൻ എന്താ ചെയ്യുന്നത്? ഇതെന്താ ഇത് പൈസ. ഇതെന്തിനാ? നീ ഇതെങ്ങനെയാലും ഇത് പൊളിക്കണം. ഈ സാധനം ചെയ്യാൻ എനിക്ക് കൈക്കൂലി വേണ്ട. ഇത് എന്റെ ചോറാണ്. ഈ സാധനം പൊളിക്കാനുള്ള പരിപാടിക്ക് ഞാൻ ചെയ്തു. ഒരു കാര്യം, ഐശ്വര്യമായിട്ട് ഒരുപാട് ഒരു വെളിക്കോയിന് ദക്ഷിണയായിട്ട്. ഇത് കൈക്കൂലിയല്ല കേട്ടോ. പിന്നെ ഇത് ഇവന്മാർക്ക് ഒരു പണി കൊടുക്കാനുള്ള പണിക്കൂലിയാണ്. താങ്ക്സ്. ഓക്കെ. ഇന്ത്യ അടുത്ത വർഷം 9% വരെ വളർച്ച നേടും. ചിദംബരം പറഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ചിദംബരമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, ബാക്കി വായിക്കാം. ന്യൂഡൽഹി ഇന്ത്യയുടെ വളർച്ച ഇക്കൊല്ലം ഇന്ത്യയുടെ വളർച്ച ഈ കൊല്ലം, അടുത്ത കൊല്ലമല്ല, ഈ കൊല്ലം 8% 8% അടുത്ത വർഷം പ്രതിസന്ധികളെ അതിജീവിച്ച് 9% ഉയരുമെന്ന്. 9%, ഒന്നും രണ്ടുമല്ല, 9% സഹോദരന്മാരെ, 9%. ബാക്കി വായിക്കാം. കേന്ദ്രമന്ത്രി പി. ചിദംബരം നമ്മുടെ ജോർജ് മാസ്റ്ററോ പണിക്കൻകുടിയിലെ കാട്ടാത്ത മാസ്റ്ററോ അല്ല, ചിദംബരമാണ് പറഞ്ഞിരിക്കുന്നത്. സഹോദരന്മാരെ, നമുക്ക് എല്ലാവർക്കും ചേർന്ന് നമ്മുടെ കരങ്ങൾ അടിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് ആർത്തുല്ലസിച്ചുകൊണ്ട് പാടാം. ചിദംബരമേ, 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 ഒരുപാട് കേട്ടിട്ടുണ്ട്. അതെ, മദ്യപാനത്തിൽ നിന്ന് വേർപിരിയാൻ വന്നതാണോ? അതെ, വളരെ കണ്ടത് വളരെ സന്തോഷമുണ്ട്. അതെ, ഒരു സഹോദരൻ കടന്നു വന്നിരിക്കുകയാണ്. പേരെന്തോന്ന് പറഞ്ഞു? എന്റെ പേരാ ബ്രദർ യോഹന്നാൻ മുഴുവെള്ളത്തിൽ. യോഹന്നാൻ മുഴുവെള്ളത്തിൽ. വെള്ളമടി നടത്തുന്ന ആളിന്റെ പേരാ യോഹന്നാൻ മുഴുവെള്ളത്തിൽ. പണി തരാം കേട്ടാ. പണി നടക്കട്ടോ സഹോദര, പണി നടക്കട്ടെ. പ്രിയമുള്ളവരെ സഹോദര, ഒരു മിനിറ്റ്, ഒരു ഉപകഥ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കിക്കോളാം. തിരുവല്ലായിൽ നിന്ന് ഒരമ്മച്ചി എനിക്കൊരു കത്തയച്ചിരുന്നു. അമ്മച്ചി പറഞ്ഞത് ഇങ്ങനെയാണ്: ഇച്ചായ, എന്റെ മകൻ ഒരു കുടിയനാണ്, ഒരു ദൂർത്തടിക്കാരനാണ്. ഭയങ്കരം. അവൻ
നാട്ടിൽ ആർക്കും ഇഷ്ടമല്ലാത്ത ഒരു തെറിക്കൂത്ത് ജീവിതമായി. എന്റെ ദൈവമേ. അമ്മച്ചി എന്നോട് പറഞ്ഞനുസരിച്ച് തിരുവല്ലായില് അവരുടെ വീട്ടിൽ ഞാൻ ചെന്നു. സത്യം ഈ അവരുടെ അമ്മ തെണ്ടിപ്പോയനെ. സഹോദരൻ ഞാനൊന്ന് സംസാരിച്ചോട്ടെ. സോറി, എന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല. ഞാൻ പൈസ കൊടുത്തിട്ട് സംസാരിക്കുന്നത്. നിങ്ങൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യില്ലേ? അങ്ങനെ ഈ അമ്മച്ചിയുടെ മകനുമായി ഞാൻ സംസാരിക്കണ്ടായി സഹോദര. എന്നിട്ട് എന്നെ കേൾക്കുന്ന പ്രിയജനമേ, എന്നെ കേൾക്കുന്ന പ്രിയജനമേ, ഞാനിങ്ങനെ സംസാരിച്ചു. ആ പൈതൽ, ആ യുവ ചെറുപ്പക്കാരൻ, അവൻ ദൈവനാമത്തിൽ വിശുദ്ധനായി മാറി. എന്റെ ദൈവമേ, എന്ത് നുണയൊക്കെയാണ് ഈ പറയുന്നത്? നുണയല്ല സഹോദര, അനുഭവമാണ് അനുഭവം. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടിയെ, ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യാം. അല്ല, ഞാനൊന്ന് സംസാരിക്കട്ടെ. അതിനിടയ്ക്ക് കയറി താൻ അലമ്പുണ്ടാക്കരുത്. തന്റെ ഉള്ളിൽ മദ്യമാണ് മദ്യം. പിന്നെ മദ്യം കഴിച്ചു പിന്നെ മദ്യമല്ല പിന്നെ എന്നാ വരുന്നത്? തനിക്കറിയോ കർത്താവായ യേശു എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്തു എന്നറിയോ? വെള്ളത്തിന് മീതെ നടന്നവനാണ്. വെള്ളത്തിന് മീതെ നടന്നവനാണ് സഹോദര. വെള്ളത്തിന് മീതെ നടന്നല്ലേ ഉള്ളൂ. ഞാൻ വെള്ളത്തിൽ ജീവിക്കുന്ന ആളാ കേട്ടോ. എന്റെ അടുത്ത് കൂടുതൽ ഡയലോഗ് ഒന്നും മാത്രമല്ല. സോറി എടാ, ഒരു മിനിറ്റ്, ഞാൻ ഇവിടെ സംസാരിച്ചപ്പം കൊണ്ട് 5000 പേരെ തീറ്റിച്ചവനാണ്. പിന്നെ സോഡാപ്പൊടി ചേർത്ത് അങ്ങനെ ഇഷ്ടം പോലെ കിട്ടും. പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ ഈ മദ്യപാന സമരം ഒന്ന് അവസാനിപ്പിച്ചോട്ടെ. അതുവരെ എന്നെ ശല്യം ചെയ്യരുത് സഹോദര. എല്ലാം ഞാൻ അവസാനിപ്പിക്കും. ഞാൻ തീരുമാനിച്ചു. ഞാൻ അടുത്തൊരു കഥ പറയുന്നതിന് മുമ്പ് ഒന്നുകൂടി ആ പാടുന്നു പാടുക. ചിദംബരമേ 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 ചിദംബരമേ. സഹോദര, ഞാനൊരു കാര്യം പറയട്ടെ. പറയുക. ഇതിന് ഒരു അറുതി വേണ്ട, ഇതിനൊരു അവസാനം വേണ്ട. നമുക്ക് ഈ സമരത്തിന് മദ്യപാനം അവസാനിപ്പിച്ചിട്ടേ ഞാൻ അവസാനിപ്പിക്കണം. എത്രയും പെട്ടെന്ന് ഈ മദ്യപാനം അവസാനിപ്പിക്കണം. കർത്താവ് പറഞ്ഞത് വിശക്കുന്നവന് അപ്പം കൊടുക്കണം, ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കണം എന്നാണല്ലോ. ആണല്ലോ. സഹോദരന്റെ തൊണ്ട വളരുന്നില്ലേ? വളരുന്നല്ല, വരളുന്നു. ഉണ്ടല്ലോ. ഇപ്പൊ സൗണ്ടുകൾ തകരുന്നില്ലേ? തളരുന്നുണ്ട്. തൊണ്ട ഡ്രൈ ആയി വരുന്നു. എങ്കിലും ഞാൻ അടങ്ങില്ല സഹോദരൻ. യേശു ക്രിസ്തുവിന്റെ പാതയിൽ സഞ്ചരിക്കാൻ പറഞ്ഞെ. സഹോദരൻ തൽക്കാലം എന്റെ പാതയിൽ സഞ്ചരിക്കൂ. ബാ, നമുക്ക് ദാഹിക്കുന്നതിന് വെള്ളം കുടിക്കണ്ടേ? അതുവരെ ആ പ്ലാറ്റ്സ് സംസാരിക്കും. സൈലൻസ്. ഞങ്ങൾ പോയിട്ട് വരുന്ന ഡിസ്റ്റർബ് ചെയ്യില്ലേ? പറഞ്ഞേ. ഇവിടെ എത്രയാ? 2 തെങ്ങ്, 2 തെങ്ങ്, 2 കപ്പ, 2 കപ്പ, 1 പന്നി. 1 പന്നി. അവിടെ 1 തവളക്കറി, രണ്ടാമത്തെ 1 കപ്പ, 1 കല്ലുമേക്ക. ടോട്ടല് 142. 141. 1 രൂപ. 1 രൂപ കല്ല് കൊടുത്തേ. മദ്യശാലയ്ക്കുള്ള പ്രവേശിക്കുന്നത് പാവമാണ്. മദ്യപാനങ്ങളോ ചേർന്നിരിക്കുന്നത് പാവമാണ്. ഞാനല്ലേ കൊണ്ടുവന്നു. ഒരു കുഴപ്പമില്ലെന്ന്. ടെൻഷൻ അടിക്കാതെ, ടെൻഷൻ അടിക്കാതെ. ഇതാരായി പുതിയ അളിയൻ? രഘു. സുമേഷ് പറഞ്ഞേ, ഇത് നമ്മുടെ ഒരു ബ്രദറാണ്. പേര് യോഹന്നാൻ മുഴുവെള്ളത്തിൽ. യോഹന്നാൻ മുഴുവെള്ളത്തിൽ. പക്ഷെ സംഭവമൊന്നും ഇല്ല കേട്ടോ, പേര് മാത്രമേ ഉള്ളൂ. നമുക്ക് അറേഞ്ച് ചെയ്യാം. സന്തോഷേട്ടാ, 1 രൂപ കള്ളിങ്ങോട്ട് കൊണ്ടു. എന്നാ നോക്കിക്കാളാ, 2 രൂപ കല്ല് കൊടുക്കാം. എന്ത് ഗസ്റ്റ് ഒന്ന് ഡീൽ ചെയ്ത് അറിയാൻ മേലെ. ഇതെല്ലാം ഒരു പാത്രം. ബുഫേ മോഡലാണ് സാധനം. പയ്യെടുക്കുക. അവനവന്റെ ആഹാരം മാത്രം അവനവൻ എടുക്കാവുള്ളൂ. ഗുഹേ മോഡൽ. ഗസ്റ്റിന് കൊടുക്കാൻ ആദ്യം അങ്ങനെ എടുത്തോ, സാധനം എടുത്തോ. ഇതിലും തന്നെ ചുമടെടുക്കാൻ പോകുന്ന എനിക്ക് മദ്യം വേണ്ട. മദ്യം വേണ്ട. മദ്യം പാവമാണ്. കഴിച്ചോ മധുരക്കള്ള. ഇമാര് ഇവിടെ വന്നു ഫുള്ളും കോട്ടറും. അതെ, രാവിലെ പണിക്ക് വന്നാ. ഇവിടെ സപ്ലൈ ചെയ്യാൻ ആളില്ലാത്തോണ്ട് ഞാൻ പിടിച്ചങ്ങ് നിർത്തിയതാ. 2 പേര് പണിക്കാവില്ല. അതെന്താ കാര്യം? നീങ്ങൊന്നേ. മറ്റേ കാര്യം എങ്ങനെയാ? ഞാൻ ഡീൽ ചെയ്തു, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ടെൻഷൻ അടിക്കാം. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നത് ഒരു കുഴപ്പമില്ല. എന്താ പ്രശ്നം? ഞാൻ നോക്കിക്കാണോ? ചുമ്മാ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ എനിക്ക് വേണ്ട സഹോദരൻ മാറുക. അതൊന്നും കുഴപ്പമില്ല. ഇതെല്ലാം ഞാനല്ലേ ചെയ്യുന്നത്. മദ്യപാൻ മാറിപ്പോവുക. ശാത്തം കടന്നു കൂടിയിട്ടുണ്ട്. എനിക്ക് വേണ്ട. നീ അങ്ങനെ ബലം പിടിക്കല്ലേ. എനിക്ക് വേണ്ട. അങ്ങനെ പറയാം. ഞാൻ കഴിക്കാറില്ല. എനിക്ക് വേണ്ട. മദ്യം വേണ്ട. ഇതൊരു കുഴപ്പമില്ലെന്ന്. എനിക്ക് വേണ്ട സഹോദരൻ, ഞാൻ കഴിക്കുന്നില്ല. പറയുന്ന മനസ്സിലാക്കും. ഇത് എന്റെ സാമ്രാജ്യം. ഇവിടെ ഞാൻ പറയുന്നത് കേട്ടാ മതി.
എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ ഡീൽ ചെയ്തോ. ഓക്കെ, പ്രിയമുള്ളവര്, എല്ലാ സുഹൃത്തുക്കളും കേൾക്കാൻ വേണ്ടി പറയാണ്, ഇത് നമ്മുടെ സഹോദരന്റെ മദ്യപാനത്തിന്റെ ലോഞ്ചിങ് ആണിന്ന്. ഓക്കെ, അപ്പൊ ദിസ് ഈസ് എ ഫസ്റ്റ് പക്ക്. ഓക്കെ, ഇപ്പൊ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഇനി ഞാനോട് പഠിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയ മദ്യപാന കേക്കട, ഞാൻ ഒരു ഉപകഥയിലേക്ക് അടക്കുകയാണ്. കളയാതെ ഒഴിക്കുക സഹോദരൻ, അങ്ങാട്ട് ലെവല് പിടിച്ചേ ബൈജുവേ, പുള്ളി ഒഴിച്ചോളൂ. ആ ഒഴിക്കാനൊക്കെ പഠിച്ചല്ലേ കണ്ട. ഒരു മനുഷ്യൻ ഇരുന്ന് കുടിക്കുന്ന കണ്ടോ നിങ്ങൾ? ഒരു മനുഷ്യൻ രാപകലന്തിയോളം കഷ്ടപ്പെട്ട് പണിയെടുത്ത് അവന്റെ മനസ്സിന്റെ വേദനകൾ, ദുഃഖങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ പരിജ്ഞാനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി അവൻ കണ്ടെത്തുന്ന ഈ പാനീയം വിഷമാണോ? അല്ല, അല്ല, സാധനം വരുന്നുണ്ട, സാധനം ചെന്ന സാധനം വരും. ഞാൻ പറയാം, ഒരു മനുഷ്യന്റെ വേദന അകറ്റാൻ വേണ്ടി, അവൻ എല്ലാം മറന്ന് സന്തോഷിക്കുവാൻ വേണ്ടി, അവൻ ഉന്മാദവത്തനാവാൻ വേണ്ടി അവൻ അല്പം കഴിക്കുന്നത് പാപമല്ല. ഒരു പാവമല്ല, അങ്ങോട്ടടിച്ചേ. എന്ത് പാവം വന്നാലും നമുക്ക് ഈ സഹോദരൻ ചെയ്ത പോലുള്ള പുണ്യപ്രവൃത്തി എന്റെ വേദനകൾ അകറ്റുവാൻ വേണ്ടി സ്വയം ത്യാഗത്തിന് തയ്യാറായിക്കൊണ്ട് ഈ സഹോദരൻ എന്നെ നല്ല രീതിയിൽ ഇവിടെ ഈ ജലം തന്ന് സമാധാനിപ്പിച്ചു. ഞാൻ ഇന്ന് സന്തോഷവാനാണ് സഹോദരന്മാരെ, സന്തോഷവാനാണ്. വിഷമിക്കണ്ട, എനിക്ക് സന്തോഷമുണ്ടടാ. എന്നെപ്പറ്റി ഇന്നൊരു ആരും പൂർത്തി പറഞ്ഞിട്ടില്ല. അതാ പറഞ്ഞ പുണ്യപ്രവൃത്തിയാണ്. അല്ല ചുമ്മാ അടിച്ച് നടന്നാ പോലെ. സന്തോഷിക്കടാ, പാട്ട് പാടും. ഇന്ന് നമ്മുടെ സന്തോഷത്തിന്റെ ദിവസമാണ്. നമ്മൾ അടിച്ച് പൊളിക്കുന്നു. ഒരു ഉപകഥ കൂടി പറയാം. അതിനു മുമ്പായി കരങ്ങളെ മേളിലേക്ക് ഉയർത്തിക്കൊണ്ട് മനസ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പാടാം. കഥയറിയാമോ ചങ്ങാതി, കഥയറിയാമോ, കഥയറിയാമോ, കളിന്റെ രുചിയറിയാമോ, കഥയറിയാമോ ചങ്ങാതി, കഥയറിയാമോ, കഥയറിയാമോ, കള്ളിന്റെ ഗുണമറിയാമോ, കള്ളിന്റെയാണ് മറ്റൊന്നിന്റെ കള്ളു കുടിച്ചൊരു കഥയറിയാമോ, കഥയറിയാമോ ചങ്ങാതി, കഥയറിയാമോ, കഥയറിയാമോ, കളിന്റെ ഗുണമറിയാമോ. പരലി പരല് പരല് പൂവാലി പരല്, ഇന്നലെ നേരത്ത് പരല് വെള്ളത്തിലോടല്ല. പരലി പരല് പരല് പൂവാലി പരല്, ഇന്നലെ നേരത്ത് പരല് വെള്ളത്തിലോടല്ല. വെള്ളമേ പുള്ളുള്ള പിന്നുള്ള പവാട എത്ര ഞാൻ വാങ്ങി തന്നു, എത്ര മുന്നാലേ എത്ര ഞാൻ വാങ്ങി തന്നു, എന്റെ മുന്നാലെ നിർത്ത്. പാട്ട് പാടാനും അറിയത്തില്ല. എല്ലാവരോടുമായിട്ട് ഒരു കാര്യം പറയാൻ പോവാ. എന്റെ 4 കുപ്പി കള്ള് ഇവിടുന്ന് മോഷണം പോയിട്ടുണ്ട്. അതറിയാതെ ഒറ്റ പാട്ടും കുത്തും വേണ്ട, ഒന്നും വേണ്ട. ഒരു കാര്യം ഞാൻ എല്ലാവരും പറയാം, നമ്മുടെ സ്ഥാപനത്തിൽ മാനേജ് കീപ്പ് ചെയ്യണം. വൃത്തിയിട്ട പരിപാടി കാണിക്കല്ലേ. നിന്റെ ഫിഗർ കണ്ടിട്ട് അങ്ങനെ ആരാണ് ഇവിടെ സന്തോഷമായിട്ട് പേടിക്കണേ. ഞാൻ വഴി ഉണ്ടാക്കാം. എന്ത് നോക്കി ഇന്ന് പരിഹാരം ഉണ്ടാക്കും. എന്നാൽ ഈ 4 കുപ്പികളിലൊക്കെ കാണാതെ പോകുമെന്ന് പറഞ്ഞ് ഇച്ചിരി കട്ടിയ. ഇത് എന്നാ പൊറോട്ടാണ്, ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുകയായിരുന്നു. മീൻ കറി, കക്കറച്ചി വറുത്ത് കൊള്ളാം. സന്തോഷട്ടോ, പുതിയ സ്പെഷ്യൽ വന്നിട്ട് നമ്മളൊന്നും അറിയിച്ചില്ലല്ലേ. ആദ്യമായിട്ട് കാണുക. ബനിയനും കയ്യിൽ കൊടുത്ത ഒരു കാട ഫ്രൈ. ഇതെന്തുവരെ സാധനത്തിന് 2 രൂപ 50 പൈസ. അത് ശരി, ഇതന്നെയാണോ വിലയും പറയുന്നത്? അപ്പൊ അത് ശരി, ഒരു കുപ്പി കള്ളന്റെ കള്ളനെ പിടികിട്ടി, ബാക്കി 3 എണ്ണത്തിന്റെ കാര്യം തപ്പി പിടിച്ചിട്ടുണ്ടേ. ഇവന്മാരായിരുന്നല്ലേ തൊട്ടാൻ പോലും ഇല്ലാത്ത അവനൊക്കെ.
മൊത്തം പോയല്ലോ. എടാ അവനെ അവിടെ നോക്ക്. നോക്ക്. അവിടെ നോക്ക്. ഇവിടെ എങ്ങും ഇല്ല. എവിടെയാണ് അവൻ? അവിടെ ആണ്ടിരിക്കുന്നവൻ കണ്ടാ ഡാ, നിന്നോട് കുപ്പി കഴിയാൻ പറഞ്ഞപ്പോ നീ ഇവിടെ കള്ളു കുടിക്കുന്നു. മുതലാളിയല്ലേ കാലത്ത് പറഞ്ഞത് ഞാനത് പറഞ്ഞു. കാലിക്കുപ്പിയൊക്കെ കഴുകി വെക്കണോ അതിന് ഞാൻ നോക്കിയപ്പോ എല്ലാ കുപ്പിയിലും നിറച്ച് കള്ളു. അതുകൊണ്ട് ഞാൻ കുപ്പി കാലിയാക്കുന്നു കഴുകുന്നു, കുപ്പി കാലിയാക്കുന്നു കഴുകുന്നു. ഇനി വേണമെങ്കിൽ കുപ്പി കാലിയാക്കാം കഴുകാം. കഴുകാം. ഇങ്ങോട്ട് വെച്ചാ നീ അത്. എത്രയും പെട്ടെന്ന് ഉമ്മാരെ രണ്ടുപേരും കാലിയാക്കിയില്ലെങ്കിൽ ഉമ്മാരി ഷാപ്പ് കാലിയാക്കി. മനസ്സിലായി? പോകാൻ പറ്റും. ഈ കാട ഫ്രൈയും കൂടി കൊണ്ടുപോയിക്കോ. അയ്യോ, ആ തിരുവല്ലക്കാരൻ ബ്രദർ എവിടാണോ ആർക്കറിയാം? ദൈവമേ. സഹോദരാ, സഹോദരൻ ഇതോടെ പോയി. ഇതിന്റെ അടിയിലൊന്നും ഇതിലൊന്നും ഇല്ല. പോ ചേടാ, ഇയാൾ ഇത് എവിടെ പോയി? മനുഷ്യന് ടെൻഷൻ അടിപ്പിക്കും. സഹോദരോ, അത് ശരി, ഇവിടെ വന്ന് കിടക്കുമായിരുന്നു. ബാക്കിയുള്ളവരെ പേടിപ്പിച്ചറിഞ്ഞല്ലോ ഈ മനുഷ്യൻ. തിരുവല്ലായില്ല. അതെ ബ്രദറെ, എങ്ങനെയുണ്ട്? അടിച്ചിട്ട് എങ്ങനെയുണ്ട് സംഭവം? ആഹാ, അത് ശരി. അപ്പോ അടിക്കാതായിരുന്നു ഇത്ര നേരം ഇതിനെ കുറിച്ച് തൊണ്ട പൊട്ടിച്ച് അഭിപ്രായം പറഞ്ഞല്ലേ? അടിച്ചു കഴിഞ്ഞപ്പോ അടിപൊളി, സൂപ്പർ. ഇതാ പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാതെ ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ അഭിപ്രായം പറയാൻ പാടില്ല. നോട്ട് ദ പോയിന്റ്. എത്ര ജോലിക്ക് പോയി, ഒരു ജോലിയിലും അങ്ങോട്ട് എടാ ശോഭിക്കുന്നു. നമ്മള് സ്വയം പാരയിട്ടുണ്ടെങ്കിൽ എന്ത് തൊഴിൽ ചെയ്താലും വിജയിക്കും. എനിക്ക് തോന്നുന്നു ഈ തൊഴിൽ വകുപ്പ് മന്ത്രി ഒന്നും ശരിയല്ല, അതാ നമുക്ക് ജോലി എടാ കിട്ടാതെ. തൊഴിൽ മന്ത്രിക്ക് തൊഴിലില്ലാത്തോണ്ടാണ് അയാൾ തൊഴിൽ മന്ത്രി ആയത്. പിന്നെ അയാളുടെ എങ്ങനെ തൊഴിൽ വയ്ക്കാൻ പറ്റും? നല്ല കാര്യമായി പോയി. ഞാൻ നോക്കിട്ട് ഇനി ഒരു വഴിയേ ഉള്ളൂ, പരിപാടിയാണോ? ആത്മഹത്യ. ശേ, ആത്മഹത്യ ഒന്നിനും ഒരു പ്രതിവിധിയല്ല. കാരണം ഒരാവശ്യമില്ലാണ്ട് നമ്മൾ പോയി ചാവുക, അതുകൊണ്ടൊക്കെ നമുക്ക് എന്താ കിട്ടുന്നത്? നമുക്ക് ദൈവം തന്നല്ലേ ഈ ജീവിതം എന്നൊക്കെ പറയണത്. അതങ്ങോട്ട് കളഞ്ഞിട്ട് എന്താ കാര്യം? അല്ലേ വിക്രമ? വിക്രമ 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 മുത്തു, എടാ വിക്രമ വിക്രമ, ഞാൻ ഈ കുഴൽക്കിണറിനകത്ത് പോയടാ. മുത്തു, ഞാനിവിടെയാ. വിക്രമ, അയ്യോ വിക്രമ, എന്നെ രക്ഷിക്കേ. അയ്യോ വിക്രമൻ പോയി. അയ്യോ അയ്യോ വിക്രമ പോയി. ഞാൻ ഇതിനകത്ത് ചത്തുപോവും. എടാ വിക്രമ വിക്രമ, ഞാനിവിടെ ഉണ്ട്. വിക്രമൻ കുഴൽക്കിണറിൽ വീണ. വിക്രമ, കണ്ടു രസിക്കാൻ ഇത് മരണക്കിണറല്ല. അതല്ല ഏട്ടാ, ഈ കൊച്ചാദ്യമായിട്ട് ഈ കൊടുക്കണത്ത ആള് പോണ കാണുന്നത്. അതുകൊണ്ടാ. എന്റെ പൊന്നേട്ടാ, ഇനിയിപ്പോ എന്ത് ചെയ്യും? 10-200 താഴെ കാണത്തില്ലേ? ഈശ്വര, ആള് ജീവനോട് കാണും. കരിനാക്കൊണ്ടുമല്ലോ പറ. ഒന്ന് മാറി നിൽക്കണോ? നമുക്കൊരു കാര്യം ചെയ്യാം. ആ പാക്കരനെ വിളിച്ചാൽ, തവള പിടിക്കുന്ന പാക്കരൻ വന്നു കഴിഞ്ഞാൽ തപ്പി എടുത്തോളൂ. തവള പിടിക്കാനാ? മനുഷ്യനാണ് അതിന്റെ അകത്ത് പോയേക്കണത്. ഒന്നും മിണ്ടാതിരി ചേട്ടാ. പുള്ളിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? ചിക്കന്റെ കാല്. ചിക്കന്റെ കാല് ചൂണ്ടയ്ക്ക് കൊടുക്കുക, ഇട്ട് കൊടുക്കുക, പുള്ളി കഴിക്കും. ഒറ്റപ്പോക്ക്. ചൂണ്ടിട്ട് പിടിക്കാൻ ഇതിന്റെ അകത്ത് കരിമീനല്ല. വിട്ടിത്ര പറയുള്ളൂ. അതെ, ഈ സാധനം ഇതിനകത്ത് പോയിട്ടുണ്ടെന്നുള്ള ഒരു ഉറപ്പാണ്. ഉറപ്പാണ് ചേട്ടാ. അവന്റെ പാവയാണ് ഈ കയ്യിലിരിക്കുന്നത്. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യേ. പുള്ളിയുടെ മൊബൈൽ നമ്പർ പറ. മൊബൈലൊന്നും എടുക്കാനുള്ള ആവതില്ല അവന്. എന്നാ പറഞ്ഞിട്ട് വരില്ല, അല്ലെങ്കിൽ വിളിച്ചു പറയായിരുന്നു. എന്തിന്? എന്റെ മൊബൈൽ എടുത്ത് കൊണ്ട് അത് എടുത്തു. ഏത് കഴിഞ്ഞ ആഴ്ച പോയില്ല. ഒന്ന് പോരാടുന്നു നടക്കണായിരുന്നു. ഞാൻ പറയാം, നമുക്ക് ഈ കുഴിയോട് ചേർന്നിട്ട് പാരലായിട്ട് വേറൊരു കുഴി അങ്ങോട്ട് കുഴിക്കാം. എന്നിട്ട് ആ കുഴിയിലേക്ക് ഇറങ്ങിയതിന് ശേഷം അടിയിൽ കൂടി ചെന്നിട്ട് മോളൂട്ടിന് എടുത്ത പോലെ അങ്ങനെ എടുത്തോണ്ട് വരാന്നേ. മോളൂട്ടി, ഇവിടെ ഒരാൾ ജീവൻ വെച്ച് കളിക്കുമ്പോ സിനിമ കഥ പറഞ്ഞ് രസിക്കണോ? ഐഡിയ പറഞ്ഞപ്പോ ഫയർഫോഴ്സിനെ വിളി. ശരണമയ്യപ്പോ. ആരാടാ വെള്ളക്ക വെച്ച് വലിച്ചെറിയുന്നേ? കണ്ടാ കണ്ടാ കരണേട്ടാ, എറിയ എറിയ, തലയിൽ നോക്കി എറിയ. തലയിൽ നോക്കി എറിയാൻ പറഞ്ഞ എവിടെയാ ഇറങ്ങണേ? എല്ലാരും ഒന്ന് മാറിക്കേ. മാറിക്കേ, ഞങ്ങൾ വന്നറിഞ്ഞില്ലേ? മാറ്. കൊച്ചിന് നൈട്രജൻ ആരും നോക്കണ്ട, ഞാൻ നോക്കാം.
ഇച്ചിരി അങ്ങോട്ട് മാറുന്നേ, ഇച്ചിരി അങ്ങോട്ട് മാറുന്നേ. എന്റെ പൊന്ന് സാറുമാരെ വിക്രമൻ ഒന്ന് രക്ഷപ്പെടുത്ത്. എല്ലാരും ഇച്ചിരി അങ്ങോട്ട് മാറുന്നേ. ആ കൊച്ചിന് കുടിക്കാൻ ഇച്ചിരി വെള്ളം കൊടുത്തേ. ആരെങ്കിലും ഇത്തിരി വെള്ളം കൊണ്ടത് വേഗം. എന്നാ പിടിച്ചോ, വെള്ളം റെഡി. ഇതല്ലടോ, കുടിക്കുന്ന വെള്ളം കൊടുക്ക്. സാറ് ഞങ്ങൾ ഈ വെള്ളമൊക്കെ കുടിക്കണേ. പിന്നെ ഞങ്ങൾ എന്തോ കുടിക്കുന്നത്? ഞങ്ങൾ ഇതൊക്കെ തന്നെയാ കുടിക്കുന്നത്. ഒരു പണി ചെയ്താലോ, ഈ അരിപ്പിക്കൻ കോരി എടുത്താലോ? അരിപ്പൊക്കെ കോര, ഇതെന്താണ് ഉപ്പേരിയ? നിങ്ങൾ മിണ്ടായിട്ട്. ഈ കുട്ടി ആരുടെയാ? എന്റെ സാർ. ആണോ? മോർണിംഗ് വന്നടാ. ഞാൻ കയറിഞ്ഞെടുത്തേ. എന്താണ് സാറേ കയറ്? കയറി ഇവന്റെ കഴുത്തെ കെട്ടി തൂക്കിട്ട് നമുക്ക് പതുക്കെ ഊർന്ന് ഇവനെ ഇതിന്റെ അകത്തോട്ട് ഇറക്കാം. ഇവൻ അവിടെ ചെന്നിട്ട് മറ്റൊരു കൂട്ടാവൂലോ, ബോറടി മാറി കിട്ടുമല്ലോ. ഇത് ഉരുളിയാമത്തെ ഉണ്ടായതാ, ഇത് കെൻറ്റിക്കാമത്താണല്ലോ. ഞാനൊരു അഡ്ജസ്റ്റ്മെന്റ് എടുക്കാമായിരുന്നു. എന്റെ പൊന്ന് സാറുമാരെ, നിങ്ങൾ കിടന്ന് കളിക്കാതെ വിക്രമൻ ഒന്ന് എടുക്ക്. തലയിലിരിക്കുന്ന ഈ സാധനം എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല, പിന്നെയാണ് ഈ വിക്രമൻ. അത് ഞാൻ ഉരുത്തരാന്നേ. തലൂരി പോകും. ഇത്ര വൃത്തിയാണ് അത് ഊരിണ്ട. അത് അതാണ് ഈ സാധനം ഞാൻ ഹായ് ഊരാത്തത്. പാവാ. ഇങ്ങോട്ട് വന്ന്. ഇത് വിക്രമന്റെ ആണ്. ഇതെന്താ ചിന്നു? എന്നെ കേൾപ്പിക്കും, എന്നെ കേൾക്കാം. നല്ല രസമുണ്ടല്ലേ? എന്നെ വെറുതെ പ്രാന്താക്കല്ല, വിക്രമൻ ഒന്ന് രക്ഷപ്പെടുത്താൻ. സൈലൻസ്. നമുക്ക് പിന്നെ കളിക്കാം, കൊച്ചിനെ എടുത്തിട്ട് കളിക്കാം. നോക്ക് നോക്ക്, പെട്ടെന്നാട്ടെ. ആ, മൊത്തത്തിൽ ഞാൻ ആലോചിച്ചിട്ട് ഒരു പണിയുള്ളൂ. ഞാനൊന്ന് ഇറങ്ങി തപ്പിയാലോ? എന്റെ ടിഞ്ചു മോനെ, നിനക്കിറങ്ങണേ ഇവിടെ വലിയൊരു കുളം കുടിക്കണം. ആവശ്യമില്ലാത്ത പറയാതെ. ഈ പയ്യൻ എത്ര കിലോ പൊക്കം ഉണ്ട്? എത്ര കിലോ പൊക്കോ? അല്ല, ഇവന്റെ പൊക്കം എത്ര ഉണ്ട്? 3 അടി. എത്ര കിലോ തൂക്കം ഉണ്ട്? 3. എത്ര വയസ്സുണ്ട്? 33. ഇവനെല്ലാം 3 ഈ കിടങ്ങിന് ഇവന് കാര്യം അല്ല, അത് വേണ്ട. ഇപ്പൊ നമുക്ക് ഏകദേശം 12 മണിക്കൂർ കഴിഞ്ഞു. അപ്പൊ ഇനി ഇവന് ഉറങ്ങാനുള്ള ചാൻസ് കൂടുതലാ. അപ്പൊ ഉറങ്ങാതിരിക്കാനുള്ള എന്തെങ്കിലും സെറ്റപ്പ് നമ്മൾ നോക്കണം. ഇതിന്റെ അകത്ത് എടാ, ഇതിന്റെ അകത്ത് നമുക്ക് തുള്ളാനുള്ള സൗകര്യം ഉണ്ടോടാ? ഞാനത് ചിന്തിച്ചില്ല, സോറി. അപ്പൊ ഇവന് ദുർശീലം വല്ലതും ഉണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഒരു സ്മോൾ അടിക്കാറുണ്ട്. അപ്പൊ സ്മോള് കോട്, സ്മോള് കോട്. രാജേന്ദ്ര, ഓസിഡ്, ഓസിഡ്, ഓസിഡ്. ഇതെന്താ വരുന്നേ? പാമ്പ്, പാമ്പ്, പാമ്പ്. രാജേന്ദ്ര കുഴിതൊക്കെ ചവിട്ടാതെ ഓസിഡ് അങ്ങോട്ട്. സാറേ, ഒരെണ്ണം എനിക്കും തന്നാ കൊള്ളാം. അതെന്തിനാ? അല്ല, ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്. അങ്ങോട്ടും ഇങ്ങോട്ട് ചിയേഴ്സ് പറഞ്ഞതിന് ശേഷം ഇവിടെ ചിയേഴ്സ് കൂടെ, ചിയേഴ്സ് കൂടെ. ആൽപ്പാമിന് കൂടെ, ആൽപ്പാമിന് കൂടെ. അയ്യോ, ഇത് അവന് ലാർജ് ആണ്. സ്മോൾ കൊടുത്താൽ മതി. കപ്പാസിറ്റി കുറവാ അല്ലേ? വിക്രമ, അവിടെ വെള്ളം ഉണ്ടല്ലോ, വലിച്ചു കുടിച്ചോ. മിക്സ് ചെയ്ത് കഴിച്ചോ. ചിയേഴ്സ്. നല്ല ബ്രാൻഡാ, നല്ല ബ്രാൻഡാ. വലിച്ചു കുടിച്ചോ. ടച്ചിങ്സ് ഇല്ലടാ. തുളസിയില മതിയാ? തുളസിയില ഉണ്ട് ഇവിടെ. തുളസിയില നിന്റെ അച്ഛന് കൊടുക്ക്. തന്തക്കുളിച്ച് സ്മോളോ ഉള്ളോ, ലാർജ് ഇല്ലേ? പറ്റേന്ന് തോന്നുട്ടാ. നിങ്ങൾ കളിയുടെ ഇടയ്ക്ക് കയറി ആവശ്യമില്ല പറഞ്ഞാൽ പറയല്ലേ നീ. എന്തിനാ ഇട്ടിടുന്ന? ആറിട്ടാ മതിടാ, വെട്ടാടാ. ആറിട്ടാ മതി. അടുത്ത അവന്റെ കളിയാ നീ. അമ്മക്ക് പ്രസവ വേന, മകക്ക് വീണ വേന. ഈ കൊച്ചിനൊന്ന് രക്ഷപ്പെടുത്താൻ നോക്ക്. സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നാം എത്തും നേരം, ഇന്നേരം മോഹത്തിൻ പൂനുള്ളി മാലിന്യങ്ങൾ കോർക്കുന്ന കാലം, പൂക്കാലം. പൂജപ്പൂ നീ, പൂജിപ്പൂ ഞാൻ, പന്നീരും തേനും കണ്ണീരായി താനേ. സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നാം എത്തും നേരം, ഇന്നേരം മോഹത്തിൻ പൂനുള്ളി മാലിന്യങ്ങൾ കോർക്കുന്ന കാലം, പൂക്കാലം. വെള്ളി നിലാനാട്ടിലെ
പൂങ്കാറ്റിന്റെ പള്ളിത്തേരേറി നക്ഷത്ര കൂടാര കീഴിൽ വാദേവി ആലംബം നീയേ ആധാരം നീയേ സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നാം എത്തും നേരം ഇന്നേരം മോഹത്തിൻ പൂനുള്ളി മാലിന്യങ്ങൾ കോർക്കുന്ന കാലം. നമുക്ക് രക്ഷപ്പെടുത്താം. ഞാൻ ഒരു ഐഡിയ പറയട്ടെ. ഇന്നാളൊരു ദിവസേ ഞാൻ പരുമലപ്പള്ളി പെരുന്നാളിന് പോയായിരുന്നേ. രാജേന്ദ്ര നീ ഇല്ലായിരുന്നോടാ? ശ്രദ്ധിക്കരുത്. ഞാന് വീട്ടിൽ നിന്ന് രാജേന്ദ്രമായിട്ട് പോയപ്പോഴേ ഞാന് എന്റെ മോക്ക് ഇതുപോലെ ഒരു പാവ വാങ്ങിച്ചേ. അങ്ങോട്ട് നോക്കാതെ ഇത് ശ്രദ്ധിക്ക്. ഇതുപോലെ ഒരു പാവയും വാങ്ങിച്ചു, ഒരു പന്തും വാങ്ങിച്ചേ, പ്ലാസ്റ്റിക്കിന്റെ പന്ത്. എന്നിട്ട് പന്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോ ഇതുപോലെ ഒരു കുഴിക്കകത്ത് പോയേ. കേൾക്കുന്നുണ്ടോ? ഇതുപോലെ ഒരു കുഴിക്കകത്ത് പോയി. ഇത്രേ ഉള്ള കുഴിക്കകത്ത് പോയി. എന്നിട്ട് ഞാനും ഇവനും ഓസ് വെച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചേ. വെള്ളം ഒഴിച്ചു പന്തിക്കിന് പൊങ്ങി വന്നപ്പോ ഞാൻ കേട്ടോ, പന്തിക്കിന് പൊങ്ങി വന്നപ്പോ ഞാൻ കൈകൊണ്ട് എടുത്ത്. നമുക്കങ്ങനെ എടുത്താലോ? എങ്ങനെ? മറ്റേ വെള്ളം ഒഴിച്ചിട്ട്. വെള്ളം ഒഴിച്ചിട്ടാ? ഇപ്പൊ തന്നെ 3 ഫുള്ള് തീർന്ന്. അതല്ലെന്ന്, പോയി മോട്ടർ ഓൺ ചെയ്യടാ. മോട്ടർ ഓൺ ചെയ്യുന്ന മോട്ടർ ഓൺ ആയിട്ടുണ്ട്. രാജേന്ദ്ര ഓസ് ഇറക്കിക്കേ. നല്ലപോലെ അനക്ക് അങ്ങോട്ട് ഇറക്കാം അങ്ങോട്ട്. ഹായ് കുമ്പള വരുന്ന കണ്ടോ? ആള് വന്ന് ഇപ്പൊ വരും കണ്ടോ? മിണ്ടരുതേ. ഞാനിവിടെ എത്തി. മോട്ടർ ഇട്ടപ്പോളേ ആ മോട്ടറിന്റെ ഫോഴ്സിൽ ഞാൻ പൈപ്പിൽ കൂടെ കയറി വാട്ടർ ടാങ്കി വീണു. ഷർട്ടും പാന്റും പോയി. എന്നെ ഒന്ന് താഴെ ഇറക്കും മുത്തു. ഇങ്ങനെയാണ് ചക്ക വീണിട്ട് മൊയല് ചാകണത്. അത്രേ ഉള്ളു. എത്താറായോ? ആശുപത്രി തുമ്മല്ലെന്ന് ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ അസുഖം മാറുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഇവിടുത്തെ ഡോക്ടർമാരെല്ലാം പ്രത്യേകത ഉള്ളവരാ. എല്ലാരും ടിവിയിൽ ഓരോരോ പരിപാടിയുടെ അവതാരം. തുമ്മല്ലേ മേത്തേക്ക്? ഞാൻ മുറുക്ക പിടിച്ചിട്ടുണ്ട്. വിളിക്ക് സിസ്റ്ററെ. സിസ്റ്ററെ എന്തേ ഇവിടെ ചീട്ടെടുക്കാൻ വേണ്ടി സിസ്റ്റർ വിളിച്ച് ഡോക്ടറെ കാണാനാ? അതിന് സിസ്റ്ററെ വിളിച്ചാലൊന്നും അങ്ങനെ വരത്തില്ല. ഇവിടുത്തെ സിസ്റ്റർ ആരാന്നറിയാവോ? ടിവിയില് ഫോണിൻ പ്രോഗ്രാം ചെയ്യുന്ന ഒരു അടിപൊളി അവതാരികയാണ്. അങ്ങനെ ചുമ്മാ വിളിച്ചാലൊന്നും അവര് വരത്തില്ല. അതിനെന്താ ചെയ്യേണ്ടതെന്നറിയോ? ആ കൊച്ചിന്റെ ഫോൺ നമ്പർ എടുത്തിട്ട് മാറി ഇന്ന് ഫോൺ ചെയ്യണം. അപ്പോഴേ ആ കൊച്ചു സംസാരിക്കും. ഫോണിൻ പ്രോഗ്രാം. അപ്പൊ നമ്പർ ഇവിടെ വേഗം നോട്ട് ചെയ്തോ. 9447340805. എങ്ങനെയുണ്ട്? കിട്ടിയോ? വിളി വിളി നമ്മൾ ഡെയിലി വിളിക്കുന്നല്ലേ. ഹലോ ഹലോ, ഇതാരാ? എന്റെ പേര് വിക്രമൻ. വിക്രമൻ എവിടുന്നാ വിളിക്കുന്നേ? ഈ ഹോസ്പിറ്റലിന്റെ ഏതോ ഒരു കോണിന്നാ. കോണിന്നോ? അതെവിടെയാ? തൊട്ടടുത്തുന്നാ. അത് ശരി. കൂടെ ആരാ ഉള്ളേ? വീട്ടിൽ നിന്ന് ആരും ഇല്ല. യൂണിയന്റെ ഒരു ചേട്ടനുണ്ട്. ചേട്ടൻ പാട്ട് പാടുവോ? ഇല്ല, ചേട്ടൻ പാട്ട് പാടത്തില്ല. നല്ലതായിട്ട് കല്ല് നോക്കും. എന്നാ എനിക്ക് വേണ്ടി കളി ചോക്കോ? ഒന്ന് പോവണ്ണേ, ഡോക്ടറെ കാണാൻ പറ്റുമോ? ശരി. എന്താ സുഖം ഉള്ളത്? കുഴക്കളറിൽ വീണ് ജലദോഷം പിടിച്ച്. ഈ അസുഖം ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? എന്ന് വെച്ചാ ഈ അസുഖം വീട്ടിലാർക്കെങ്കിലും പകർന്നിട്ടുണ്ടോന്ന്. ഒന്ന് വെച്ചിട്ട് പോവണ്ണേ, ഡോക്ടറെ ഒന്ന് കാണാൻ പറ്റുമോ? ശരി, നല്ലൊരു ഡോക്ടറെ വെച്ചുതരാട്ടോ. വെച്ച് തരാമെന്നോ? അല്ല, ഡോക്ടറെ കാണിച്ചതാന്ന്. TN ഗോപകുമാരൻ MD. നിങ്ങൾക്ക് ഏവർക്കും എന്റെ ക്ലിനിക്കിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. വരൂ. ഇരിക്കൂ. തന്നോടിരിക്കാനല്ല പറഞ്ഞത്, ആ കുട്ടിയെ അവിടെ ഇരുത്തു. ഞാനിരിക്കട്ടെ. ഈശോ രക്ഷിക്കട്ടെ. നമസ്കാരം. നമസ്കാരം.
എന്താണ് രോഗം? ഈശോ രക്ഷിക്കട്ടെ. തുമ്മലും ജലദോഷവും. പനി. തുമ്മല്, ജലദോഷം, പനി. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഈ പയ്യൻ മറ്റേ വാട്ടർ ടാങ്ക് വീണേ. ഈ കുഴൽക്കിണർ വീണിട്ട് വാട്ടർ ടാങ്കിൽ പോയി. കുഴൽക്കിണറോ വാട്ടർ ടാങ്കോ ഏതാണെന്ന് തീരുമാനിച്ചിട്ട് പറയുക. കുഴൽക്കിണറിൽ കൂടെ കുഴൽക്കിണറിൽ വീണിട്ട് അതിന്റെ പമ്പിന്റെ അടിയിൽ കൂടെ കേറി വീണ്ടും തുമ്മല. മാറ്റ്. വാട്ടർ ടാങ്കിൽ വീണിട്ട് കംപ്ലീറ്റ് 2 ദിവസമായിട്ട് ഭയങ്കര തുമ്മല. തുമ്മി എന്റെ മീശ വരെ തെറിച്ചു പോയി. എത്ര ദിവസമായി ഇത് തുടങ്ങിയിട്ട്? 2 ദിവസം. 2 അല്ല 3 ദിവസം. 3 ദിവസം. 2 ദിവസം. 3 ദിവസം ആയില്ലേ? 3 അല്ല 2 ദിവസം. കുഴൽക്കിണർ വീണ ശനിയാഴ്ചയല്ലേ? ശനിയാഴ്ച 3 ദിവസം. 2 ദിവസം എനിക്ക് ഉറപ്പാ. 3 ദിവസം ഞാൻ പറയും. 3 ദിവസം. 3 ദിവസമായി ജലദോഷം എന്ന മഹാദുരന്തവും പേറി നടക്കുന്ന ഈ വ്യക്തിയുടെ സഹായ നിധിയിലേക്ക് ചെക്കായോ ഡ്രാഫ്റ്റായോ അല്ലെങ്കിൽ നോട്ടുകളായിട്ടോ സഹായ നിധിയിലേക്ക് കാശുകൾ അയച്ചു തരാവുന്നതാണ്. അയക്കേണ്ട വിലാസം ഡോക്ടർ ഗോപകുമാരൻ, കെയർ ഓഫ് ഗോപകുമാരൻ, ഫോർട്ട് PO, തിരുവനന്തപുരം. അതിന് സാറിന്റെ അഡ്രസ്സിലേക്ക് കാശ് അയക്കുന്നതിന് എന്റെ കാശുണ്ട്. അല്ല, ഞാൻ പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് നേരിട്ട് ഫീസ് മേടിക്കാറില്ല. വിദേശത്തുനിന്നോ അന്യദേശത്തുനിന്നോ അന്യ സംസ്ഥാനത്തുനിന്നോ കാശുകൾ ഞാൻ നേരിട്ട് ഇങ്ങനെ കാശ് വരുത്തുകയാണ് ചെയ്യുന്നത്. വായൊന്ന് പൊളിക്കൂ. അങ്ങനെയല്ല, ഇതാ ശരിക്കിങ്ങനെ ഇയാളുടെ അടുത്തല്ല, ഇയാളോടാണ് വാ പൊളിക്കാൻ പറഞ്ഞത്. അങ്ങനെയല്ല, ശരിക്ക് അതുപോലെ അതുപോലെ ശരിക്കൊന്ന് വാ തുറക്കടാ. പിടിച്ചു തുറക്കല്ല, ഇനി തുറന്ന എന്റെ വാ കീറി. ഇനി തലയൊന്ന് ഇങ്ങനെ ആട്ടു. ഇതാണ് തലയാട്ടി. ശരിക്കൊന്ന് ഇങ്ങനെ ആട്ടു, ദോശ ആട്ടുന്നത് പോലെ. അത് ഇങ്ങനെയാണ്. തലയ്ക്ക് വല്ല അസുഖമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ തലയാട്ടുന്നത്. അപ്പൊ സാറിന്റെ തലയ്ക്ക് നല്ല അസുഖം ഉണ്ടല്ലേ? അല്ല, സാറിനെ എപ്പോ കണ്ടാലും ഇങ്ങനെയാണല്ലോ വെച്ചോണ്ടിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യൂ, എല്ലാവരും ഇവിടെ വരുമ്പോൾ ആദ്യം ചെയ്യേണ്ട സംഭവമാണ് മകൻ ഈ കണ്ണാടിയിലേക്കൊന്ന് ശരിക്കും നോക്കൂ. നോക്കിയോ എങ്ങനെയുണ്ട്? എന്നെ കാണാൻ നല്ല രസമുണ്ട്. തന്റെ ഭംഗി കാണാനല്ല, തന്റെ കണ്ണിന് വല്ല പ്രശ്നമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. കണ്ണാടിയിലേക്ക് ശരിക്കും തൂറിച്ചാങ്ങോ നോക്കൂ. ഇങ്ങനെ നോക്കിയല്ലോ. അതിന് കണ്ണാടി നേരെ വെക്കന്നല്ലേ എനിക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. അല്ല, എന്റെ തല ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും. അവിടെയാണ് നോക്കേണ്ടത്. എന്നെ കാണാൻ ഒരു കാര്യം ചെയ്യൂ, പുറത്തേക്ക് ഞാൻ ഒരു മരുന്ന് എഴുതി തരാം. എഴുതിക്കോ. ഇതെന്താ തന്റെ പുറം കാണിക്കുന്നത്? പുറത്തേക്ക് മരുന്ന് എഴുതി തരാന്ന് പറഞ്ഞ്. അത് പുറത്ത് മെഡിക്കൽ ഷോപ്പിലേക്ക് ഒരു മരുന്ന് എഴുതി തരാമെന്നാണ് പറഞ്ഞത്. ഇത് ഒരു 115 നേരം വാങ്ങി കഴിക്കുക എന്റെ അമ്മച്ചിയെ. അപ്പോൾ വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു രോഗിയുമായിട്ട് നമ്മൾ കാണുന്നത് വരെ നമസ്കാരം. ശബാഷ് ശബാഷ്. സൂര്യകിരീടം വീണുടഞ്ഞു. അണ്ണാച്ചി ആകെ ഉടഞ്ഞിരിക്കുകയാണല്ലോ. രോഗികളൊന്നും വരുന്നില്ല. ദേ വരുന്നു. സ്വാഗതം. ഏതോ ഗാനമുള്ള ട്രൂപ്പാന്ന് തോന്നുന്നു. നമുക്ക് അല്ലല്ല, ക്ലിനിക്ക് തന്നെ. മോനെ കൂട്ടാ, എന്താ രാഗോ? അണ്ണാച്ചി ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. എന്താ രോഗം എന്നാണ്. ജലദോഷം, തുമ്മല്. ശരി. കഫക്കെട്ടും ചുമയും തലവേദന. മോനെ സംഗതി കുറവാ കേട്ടോ. ഇപ്പൊ മനസ്സിലായല്ലോ. ഞാൻ പറയാൻ മാത്രം സംഭവിക്കില്ല. ഇപ്പൊ ഒരു ഡോക്ടർമാര് പറഞ്ഞേട്ടോ. എന്ത് സംഗതി? തുമ്മിയുള്ള സംഗതി എല്ലാം പോയി. പിന്നെ എങ്ങനെ സംഗതി കാണും? ഒന്ന് ചുമക്കൂ മോനെ, ഒന്ന് ചുമക്കൂ. അങ്ങനെയല്ല കുട്ട, തുമ്മലല്ല, ചുമ. ആദ്യം ഇതല്ല വരുന്നേ. ശരി. ചുമക്കുമ്പോ അങ്ങനെയല്ല, ഇങ്ങനെ ചുമച്ചേ. അങ്ങനെയല്ല, സ്വരങ്ങൾ ചേർത്ത് ചുമക്കണം. നീ ചുമക്കണ്ട, ഞാൻ ചുമച്ചോളെ. ചുമക്കാൻ പോലും സമ്മതിക്കത്തില്ലേ?
കണ്ടോ, പ്രാക്ടീസിന്റെ കുറവുണ്ട്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താലേ നന്നായിട്ട് ചുമക്കാൻ പറ്റൂ. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടെന്ന് വെച്ചാല് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റിട്ട് കുറഞ്ഞത് 2 ദിവസമെങ്കിലും കഴുത്തറ്റം വെള്ളത്തില് സാധകം ചെയ്യണം. കഴുത്തറ്റം വെള്ളത്തില് സാധകം ചെയ്യണം. ഓക്കെ? എന്റെ പൊന്നു ഡോക്ടറെ, എന്താ 4 ദിവസമായിട്ട് ഞാൻ കുഴൽക്കിണറിൽ എന്റെ തലയ്ക്കുമേല് വെള്ളത്തിൽ ഞാൻ കിടക്കുമായിരുന്നു. എന്നിട്ട് എനിക്ക് സാധകം ചെയ്ത് നന്നായിട്ട് ചുമക്കാൻ പറ്റുന്നില്ല. ഹച്ച്! മോനെ, ഇതിനു മുമ്പ് ഈ രാഗം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയാണ്? രാജീവ് ഗാന്ധി മരിച്ചപ്പോ റേഡിയോയിലുണ്ടായിരുന്നു. ഇതാണ് മരണരാഗം. കൊള്ളാല്ലേ? ഇവിടെ ഇപ്പൊ ആരാ മരിക്കാൻ പോന്നെ? മരിക്കാൻ പോകുന്നത് ആരാണെന്നൊക്കെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ നമുക്ക് ഈ രോഗം മാറണമെങ്കിൽ നമുക്കൊരു ഓപ്പറേഷൻ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടി വരും. ഓപ്പറേഷൻ ചെയ്ത ഈ അസുഖം മാറുമോ? ഓപ്പറേഷൻ മാത്രം പോരാ, ഈ നാട്ടുകാരുടെ SMS കൂടി ഉണ്ടെങ്കിൽ ഈ ഓപ്പറേഷൻ നമുക്ക് സക്സസ് ആക്കി തീർക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്തോ, തെണ്ടിക്കോ, SMS തെണ്ടിക്കോ. കരഞ്ഞിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ SMS കിട്ടില്ല. എല്ലാരും എന്റെ അവസ്ഥ കണ്ടല്ലോ. ഞാൻ ഓപ്പറേഷന് പോവാണ്. എന്റെ ജലദോഷം മാറാൻ വേണ്ടി എല്ലാരും എനിക്ക് SMS ചെയ്യണം. എനിക്ക് SMS ചെയ്യേണ്ട ഫോർമാറ്റ് ISS സ്പേസ് വിക്രമൻ സ്പേസ് ജലദോഷം, അല്ലെങ്കിൽ ജലദോഷം സ്പേസ് വിക്രമൻ. അലമ്പൻ പത്മനാഭൻ എന്ന ക്ലിനിക്കിലേക്ക് സ്വാഗതം. ഏതൊക്കെ കാലഘട്ടത്തിൽ ആർക്കൊക്കെ രോഗങ്ങൾ വരും, കാലങ്ങളുടെ വ്യത്യാസം എല്ലാം ഈ അലമ്പൻ പത്മനാഭന്റെ ക്ലിനിക്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അടുത്ത കാർഡ് വിളിക്കാം. രോഹിണി നക്ഷത്രക്കാര്, രോഹിണി നക്ഷത്രം. വേണ്ട, രോഹിണി നക്ഷത്രക്കാരനാണല്ലേ? അതെ അതെ. രോഹിണി നക്ഷത്രക്കാർ പൊതുവെ ചന്ദ്രന്റെ ദൃഷ്ടിയിൽ പെടാൻ സാധ്യതയുണ്ട്. ചന്ദ്രൻ എന്ന് പറയുന്നത് ഭയങ്കര തീറ്റക്കാരനാണ്. അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ പെട്ടാതെ ഇവന് ഗ്രഹണി വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ചന്ദ്രന്റെ ദൃഷ്ടിയിൽ പെടാതെ സൂക്ഷിക്കുക. നിങ്ങളുടെ നക്ഷത്രം ഏതാണ്? കളിക്കാറുണ്ടോ തിരുവാതിര? ഇടയ്ക്കൊക്കെ മറ്റേ അയൽക്കൂട്ടത്തിൽ പരിപാടി. അപ്പൊ തിരുവാതിര കളിക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കുക. പഴയ മുണ്ടാണെങ്കിൽ വട്ടം കീറിപ്പോവും. കീറിപ്പോയാലും എന്ത് ചെയ്യണം? കൈ കൊണ്ട് പൊത്തി പിടിക്കണം. ഓക്കെ? അപ്പൊ ഇനി ഞാൻ ഗണിച്ചു പറയാം. അപ്പൊ ഇദ്ദേഹത്തിന് എന്താ അസുഖം? എന്താ സാറേ, ഈ പയ്യനൊരു കുഴക്കണം വീണു. അപ്പൊ അന്ന് മുതൽ ഈ ജലദോഷം തുമ്മലും തുടങ്ങിയ ഒരു രക്ഷയില്ല. ഇപ്പൊ ഡോക്ടർമാരെ പറഞ്ഞ് കാണിച്ചു. അവർ ഓപ്പറേഷന്റെ കാര്യം പറയണം. ഈ ഇത്തിരി ഇല്ലാത്ത കുഞ്ഞിനെ ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വല്ല ഇതിനകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് ഈ സമയമൊക്കെ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി വന്നു. അപ്പൊ സമയം നോക്കണം എന്ന് പറഞ്ഞാൽ വെറുതെ നടന്നു പോയപ്പോഴല്ലേ കുഴൽക്കിണറിൽ വീണത്. ഇവന്റെ ബെസ്റ്റ് ടൈമാണ്. കൊള്ളാം. എന്തായാലും ഞാൻ നോക്കട്ടെ. പിന്നെ കളിക്കാൻ സാറേ, ഇത് പറഞ്ഞിട്ടാണ് കളിക്കണല്ലേ, ഞാൻ ഗണിച്ചു നോക്കണാണോ? നമ്പർ 3 കിട്ടിയിരിക്കുന്നത്. അപ്പൊ തന്നെ അറിയാലോ ഇവന്റെ ടൈം ബെസ്റ്റാണ്. കൊള്ളാം. അപ്പൊ എന്റെ നോട്ടത്തിൽ ഇവനിപ്പോ ഓപ്പറേഷൻ വേണോന്നാണ് പറയുന്നത്. ഡോക്ടർമാർ പറഞ്ഞത് എന്റെ നോട്ടത്തിൽ ഇവന് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഡോക്ടർമാരുടെ നോട്ടക്കുറവുണ്ടെങ്കിൽ ഓപ്പറേഷന്റെ സമയത്ത് അപകടപ്പെടാൻ സാധ്യതയുണ്ട്, അപായപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം. ഇത് പകരുമോ ഡോക്ടർ? അത് ഗണിച്ചു നോക്കിയിട്ട് പകരാൻ സാധ്യതയില്ല. പക്ഷേ ഇത് പകർന്നു. എടുത്തോണ്ട് നടന്ന് ഞാൻ തുമ്മല്ലേ സിസ്റ്ററേ? സിസ്റ്ററേ, ഒരു ഓപ്പറേഷൻ എടുക്കാം. ഡോക്ടർ എടുത്തോ. സിസ്റ്റർ ഒരു കാര്യം, ബോധം കെടുത്തില്ല. ബോധം കൊടുത്തു. ഇവിടെ സാധാരണ ഹോസ്പിറ്റലിൽ ചെയ്യണ പോലെ അനസ്തേഷ്യയും ക്ലോർഫോം ഒന്നും ഇല്ല. ഇവിടെ പ്രത്യേക തരം പരിപാടിയാ. പേടിപ്പിച്ച് ബോധം കൊടുത്തു. പ്രത്യേക തരം ഡോക്ടറാ. കിടന്നോ കിടക്കാൻ കൊടു. ഡോക്ടറെ, ഡോക്ടർ മജീഷ്യൻ സാമ്രാട്ട്, ഇയാളെയാണോ ഞാൻ അല്ലല്ല, ഇതാ അവിടെ തന്നെ കട. The horrible magician. This is going to disappear. അടങ്ങിയിരുന്നേ. സാറ് പേടിപ്പിക്കണോ? ബോധം കെട്ടെ.
പേടിക്കണുണ്ടോ? കടലിന്റെ ആഴത്തട്ടിലേക്ക് പോവാൻ പോവുകയാണ്. ആശുപത്രിയിൽ പോവാ. ചിരിക്കരുത്. ചിരിക്കില്ല. ഞാൻ പേടിപ്പിക്കാൻ പോവുകയാണ്. നന്നായിട്ട് പേടിച്ചോളൂ. അങ്ങ് പേടിച്ചേ പുള്ളി പേടിക്കണോ? ഇതൊക്കെ കണ്ട എങ്ങനെ പേടിക്കാനാ? ശരിക്കും എന്റെ കണ്ണുകളിലേക്ക് നോക്കൂ. നിങ്ങൾ ഉറങ്ങാൻ പോകും. കണ്ണിലേക്ക് നോക്ക്. Yes, you are going to sleep in the deep sea and the skies and the skies. പേടിപ്പിച്ചോളാം ഞാൻ. എന്നെ പേടിപ്പിക്കരുത്. എന്നെ പേടിപ്പിക്കുന്ന ആള് I am Samrat, the horrible magician. ഉറങ്ങാൻ പോവുകയാണ്. ഉറങ്ങാൻ പോവുകയാണ്. You are going to sleep in the deep sea. എന്റെ കണ്ണുകളിലേക്ക് പ്യാടിയാവുന്നില്ലേ? ഡോക്ടറെ, ഈ സാറിന് സ്ഥിരം പണിയാ. ആരെങ്കിലും ബോധം കൊടുക്കാൻ വരും, എന്നിട്ട് ഇയാൾ എന്നെ കിടന്ന് ഉറങ്ങും. നടക്കാം അങ്ങോട്ട്. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായിട്ടോ. ഈ മയക്കാൻ വന്ന ആള് പരാജയപ്പെട്ട സ്ഥിതിക്ക് പച്ചക്ക് കീറാനാ സാധ്യത. പെങ്ങളല്ല, സിസ്റ്റർ. ഞാൻ മലയാളത്തിൽ പറഞ്ഞല്ലേ ഉള്ളൂ. ഡോക്ടർ എപ്പോ വരും? അല്ല, ഈ കൊച്ചിനെ എപ്പോഴാ കീറണേ? ഇയാളുടെ രണ്ട് ഓപ്പറേഷൻ ചെയ്യാം. വെയിറ്റ് ചെയ്തോ കേട്ടോ. ഇപ്പൊ ഡോക്ടർ വരും കേട്ടോ. ഡോക്ടറാണ് അറിയില്ലേ? മറ്റേ ശ്രീമണിയുണ്ട് ഡോക്ടർ, തമിഴ് ഡോക്ടർ. നേരെ വേണം ഒതുങ്ങി കിടന്നോളാം, അല്ലെങ്കിൽ വെറുതെ വഴക്കടിക്കണ്ട കേട്ടോ. എല്ലാവർക്കും തമ്മിൽ കീറി എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. കത്രിക റെഡിയാണോ? നല്ല ഉണ്ടല്ലോ അല്ലേ? ഹാപ്പിയാണോ? സന്തോഷത്തിലാണ്. രോഗിയുടെ പേരെന്താണ്? ഉൽപ്പലാശ്. എന്ത് ചെയ്യുന്നു? വാർക്കപ്പണിയല്ലേ? ഇപ്പൊ കല്ലിനൊക്കെ വില കൂടുതലാണെന്ന് പറയുന്നത് ശരിയാണോ? കുറവാണ്. സിമെന്റിന് കൂടി. സിമെന്റിന് വില കൂടി. ഈ കമ്പിക്കൊക്കെ വില കുറവാണെന്ന് പറയുന്നത് ശരിയാണോ? പഞ്ഞി എവിടെ? പഞ്ഞി എടുക്കൂ. കണിക്കൂ വയറ് കണിക്കൂ. മരുന്നെടുക്കൂ. എന്താവോ അടുത്ത കത്തറ എടുക്കൂ. മരുന്നൊന്ന് കൊട്ടിയേക്കൂ. മതി. ഇയാളെ ബോധം കെടുത്തണ്ടേ? ആളെവിടെ പോയി? മെജിഷ്യൻ എവിടെ പോയി? അയാൾക്ക് എപ്പോഴും ഉറക്കമാണല്ലോ. ഒരു കാര്യം ചെയ്യാം, ഇയാളെ ബോധം കെടുത്താതെ തന്നെ ഓപ്പറേഷൻ ചെയ്യാല്ലേ? ഒരു കാര്യം ചെയ്യാം, ചെറിയ അനസ്തേഷ്യ കൊടുക്കൂ. ഒന്ന് മണത്തോളൂ. തുടങ്ങാല്ലേ? കമോൺ. വളരെ ഗംഭീരമായിട്ട് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ? കൊള്ളാം. ഈ ഓപ്പറേഷനെ കുറിച്ച് നേഴ്സിന്റെ അഭിപ്രായം എന്താണ്? കൊള്ളാം. ഈ ഓപ്പറേഷനെ കുറിച്ച് രോഗിയുടെ അഭിപ്രായം എന്താണ്? ഇയാൾക്ക് ബോധമില്ലല്ലേ? പറഞ്ഞു പണി കൊടുത്തിട്ട് പുള്ളി. അപ്പൊ ഓപ്പറേഷൻ സക്സസ്. സാറേ, ഈ രോഗിയുടെ കാര്യം എന്തായി? രോഗിയുടെ കാര്യം എന്താ? സാധാരണ സംഭവിക്കുന്ന പോലെ ഗുഡ് ബൈ. അപ്പൊ ഞങ്ങളുടെ കാര്യം? അടുത്ത ഊഴം നിങ്ങളുടേതാണ്. അവര് പോയോ? അടുത്ത രോഗിയെ കിട്ടുന്നവരെ ഗുഡ് ബൈ. എടാ മുത്തു, ഇതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി. ജയിലിൽ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു നല്ല ജോലിക്ക് വേണ്ടി നമ്മൾ എവിടെല്ലാം നടന്നു, എവിടെല്ലാം പട്ടിയെ പോലെ അലഞ്ഞു. എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ ഭേദം ജയിൽ തന്നെയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ തന്നെയാണ് സുഖം. ഫ്രീ ആയിട്ടുള്ള താമസം, ഫ്രീ ആയിട്ടുള്ള ഭക്ഷണം, ഫ്രീ ആയിട്ടുള്ള സെക്യൂരിറ്റി. പക്ഷെ നമ്മൾ ശിക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയല്ലേ ഉള്ളൂ. ഇനി എന്തെങ്കിലും തെറ്റിയതല്ലേ തിരിച്ചങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഇക്കാലത്ത് ജയിലിൽ പോകുന്ന ഈസി അല്ലേ? എന്തെങ്കിലും ഒരു കുറ്റം ചെയ്താൽ മതി. അല്ല, എന്ത് കുറ്റം ചെയ്താൽ ഇനി തിരിച്ച് ജയിലിലേക്ക് പോകാൻ പറ്റും? എടാ, ഇക്കാലത്ത് പോലീസുകാർ പിടിച്ച് ജയിലിലാവണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണോ? എന്തെങ്കിലും തെറ്റ് ചെയ്താൽ മതി. ചെയ്യാനുള്ള ഒരു കാരണമുണ്ട്. സക്സസ് ആവുമെന്നറിയില്ല. ഏതായാലും കോടതി ഓരോരോ നിയമങ്ങൾ കൊണ്ടുവരുന്നോണ്ടേ നമുക്ക് കഞ്ഞി കുടിക്കുള്ള വകയൊക്കുന്നുണ്ട്. അതെ. എന്റെ പോലും സാറേ, ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ എന്തൊരു പാടാ. അതെ. ഒരുത്തരും വന്ന് കണ്ണി പെടുന്നില്ലല്ലോ. വരും ആരെങ്കിലും വന്ന്
ആ ലുക്കും ഷേപ്പും ഒക്കെ കണ്ടിട്ട് നമുക്കുള്ള സാധനം തന്നെ. ഇങ്ങോട്ട് ഇങ്ങോട്ട് നിർത്ത് 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 വരച്ച വരയില്. നിർത്താ നിർത്താൻ ഇങ്ങോട്ട് വാ. ആ പിടിച്ചിടാ പോലീസ് പിടിച്ച്. ആ പിടിച്ച് നിർത്ത് നിർത്ത്. എടാ ഇപ്പോഴത്തെ നിയമം ഒന്നും അറിയത്തില്ലടാ. എന്ത് നിയമം? ഓവർലോഡും മൊബൈൽ ഫോണിൽ സംസാരിക്കുക നിയമവും കാര്യങ്ങളൊന്നും അറിയത്തില്ലടാ. രണ്ടുപേരെ കൂടി കയറ്റാൻ സ്ഥലം ഉണ്ടായിരുന്നു, ഞാൻ കയറ്റിയാലേ സാറേ. എടാ നിനക്കൊക്കെ അറിയത്തില്ലടാ. സാറേ ഞങ്ങൾ അവിടെ നിന്നാ ഞങ്ങൾ അവിടെ തിരിച്ചു കൊണ്ടിറക്കാന്ന് പറഞ്ഞ് ഈ ചേട്ടൻ ബലമായിട്ട് വിളിച്ച് കയറ്റി കൊണ്ടുവന്നാ. ആ പിടിച്ചിടാ. ലൈസൻസ് ഉണ്ടോ? ലൈസൻസ് ഇല്ല. ബുക്കും പേപ്പർ ഓർഡറാ. ഇതൊന്നും ഇല്ലാതാ വണ്ടി ഓടിക്കുന്നത്. പോലീസ് എടുത്ത് കളിക്കുന്നോ? ബുക്കും ഇല്ല, ലൈസൻസും ഒന്നുമില്ല. ഒന്നുമില്ല. ബുക്കും പേപ്പറും ഇല്ല. നീ ആടിക്കിട്ട് കൊണ്ടോ പോടാ. ഇതാണ് കാണിക്കുന്നത്. ഇതാണ് കാണിക്കുന്നത്. തൊപ്പിയില്ലാണ്ടെങ്കിൽ പോലീസാണ്. അടിക്കടാ. എന്താ പ്രശ്നങ്ങളാ കാണിക്കുന്നത്? നിന്റെ അഹങ്കാരം. ഇൻസ്പെക്ടർ ബൽരാമൻ സ്പീക്കിംഗ്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ രോമാഞ്ച കഞ്ചുകം സച്ചിൻ ടെണ്ടുൽക്കർ. മിണ്ടാണ്ടിക്കണോ? ആ സത്യം മാത്രം തുറന്നു പറയുക. ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റിന് ഉത്തരം പറയുക. ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നീ അനുഭവിക്കേണ്ടി വരും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സ്കോർ എത്ര? ആടാ അപ്പൊ ജയിക്കാൻ സാധ്യതയുണ്ട്. എന്താണെന്നാ കഴിഞ്ഞ ടെസ്റ്റ് നമുക്ക് പണിയെന്നാണ്. അതാണ് എന്റെ പൊന്ന് സാറാ, ഫോണെന്ന് കട്ട് ചെയ്യാവോ സാർ? സാറിന്റെ ഈ ക്രിക്കറ്റ് കളി പ്രാന്ത് മൂലം ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയായി ഇപ്പൊ. എന്ത് സാറ് കഴിഞ്ഞ ദിവസം മറ്റേ മാല പൊട്ടിച്ച ഒരാളെ കൊണ്ടിട്ടിട്ടില്ല കള്ളന്? ആ നരുന്ന് പോലെ ഇരിക്കണം. സാറിന്റെ ഈ ക്രിക്കറ്റ് കളി പ്രാന്ത് കൊണ്ട് സാറിന്റെ മുഖത്ത് നോക്കുമ്പോ അവൻ ചിരിക്കാണ്, അറിയാവോ? എന്റെ മുഖത്ത് നോക്കുമ്പോ ചിരിക്കണം. ഭയങ്കര ചിരിയാണ് അവന്. വിളിക്കട്ടെ. പടി കൊടുക്കാലോ. ഇന്ന് കൈക്ക് പടിയായല്ലോ. സാർ ഇത് എന്ത് പരിപാടിയാണ് കാണിച്ചിരിക്കുന്നത്? ഇതെന്താണ്? നമ്മുടെ ഡിവൈഎസ്പിക്ക് വരുന്ന സ്ഥലമല്ലേ ഇങ്ങനെയാണ് ഡ്രസ് ഇടുന്നത്? ഡ്രസ്സിന്റെ ഇതാണ് ഫ്രീക്ക്. ചോക്ലേറ്റ് ഇല്ലേ? ചോക്ലേറ്റ് പൃഥ്വിരാജ് ഇതേ കണ്ടില്ലേ? ഫ്രീക്ക്. ഒരു ഫ്രീക്കിന് വഴി ഉണ്ടാവും. എന്ത് വിളിക്കാനെ? ഇവിടെ വാ. നിന്നൊക്കെ വിളിച്ചാലേ നീ വരുവുള്ളൂ. സാറേ ഇവനാണ് സാറേ. എന്താന്ന് വെച്ചാ ചെയ്യും. എനിക്ക് വയ്യനെ. അയ്യോ മനസ്സിലായില്ലേ? അയ്യോ ഇങ്ങോട്ട് മാറിയേ. നീ കൊറേ നേരമായല്ലോ സാറിന് മുഖത്തൊക്കെ ചിരിക്കാൻ തുടങ്ങിയിട്ട്. പുള്ളിയൊരു നിസ്സാര SI അല്ലേ, അറിയാവാ? പിന്നെ പുള്ളി ഈ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ രോമാഞ്ചാണ്. രോമാഞ്ചം ഈ സാധനം ചിരിക്കില്ലേ? ഞാൻ പറയട്ടെ. കേരള പോലീസ് ക്രിക്കറ്റ് ടീം എന്ന് പറഞ്ഞാൽ ഇല്ലല്ലേ, ഞാൻ പറയാം. ഇത് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞിരിക്കും സാറേ. തമിഴ്നാട് കേരള പോലീസ് ക്രിക്കറ്റ് ടീം തമ്മിൽ കളി നടന്നു. ക്രിക്കറ്റ് കളി തുടങ്ങിയ സാറ് ഞാൻ പറയുന്നു. അവസാന ലാസ്റ്റ് ഓവറിൽ ഒരു ബോളേ ഉള്ളൂ. 10 റണ്ണും വേണം ജയിക്കാൻ. അവസാനം ആ ഒറ്റ ബോളിൽ ഇല്ല, ഞാൻ പറയും സാറേ. ആ ഒറ്റ ബോളിൽ നിന്ന് 10 റൺ എടുത്ത് വിജയിപ്പിച്ച ആളാണ് ഈ നിൽക്കണത്, അറിയാവാ? സാറേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ വക കഥയൊക്കെ വല്ല കൊച്ചു പിള്ളേരോടും പോയി പറഞ്ഞാൽ ലാസ്റ്റ് ബോളിൽ എങ്ങനെയാ സാറേ 10 റൺ എടുക്കുന്നത്? എന്നെ പൊന്ന് സാറേ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നു. വേണ്ടെന്ന് അത് പറയണെന്നില്ല സാർ അങ്ങോട്ടൊന്ന് പറഞ്ഞു കൊടുത്തു. എടാ ഒരു ബോളുണ്ട്, ലാസ്റ്റ് ബോൾ 10 റൺ വേണം. ബോളും കൂടി വന്നു അത് തന്നെയാ പറഞ്ഞത്. അടിച്ചാലൊന്നെങ്കിൽ 6 അല്ലെങ്കിൽ 4. ഇതെങ്ങനെയാണ് ഈ 10 റൺ എടുക്കുന്നത്? ഇതിന് വേണം മൂള ബുദ്ധി വേണം. അതാ ബോളും കൂടി വരുമ്പോ നമ്മ ബാറ്റിങ്ങിനെ പിടിച്ച് സൈഡ് തിരിച്ച് 2 കഷ്ണമായി പോയി ബോള്. ഒരെണ്ണം 6ഉം ഒരെണ്ണം 4ഉം 10 റൺ. നിനക്ക് വിശ്വാസമില്ലല്ലോടാ. വെറുതെ ചിരിക്കണല്ലേ? ചുമ്മാ ആവശ്യമില്ലാണ്ട്. അല്ല പിന്നെ പോലീസുകാരെ കാണുമ്പോ ചിരിക്കണം, അത് എന്നെ കാണുമ്പോ ചിരിക്കണം. ഇനി മേലാ ചിരിക്കത്തില്ല. ഒരു സൈസ് വരുത്തല്ലേ സെല്ലിക്കകള് മുഖപരിചില്ലാത്തവൻ. പുറണ്ടേമാണോ? നമ്മുടെ അതിർത്തിയിലുള്ള ആണോ? എന്ത് പറ്റുമോ? അവൻ കഴിഞ്ഞ ദിവസം പോലീസിനെ തല്ലിയെന്ന് പറഞ്ഞ് നമ്മൾ പിടിച്ചിട്ടിരിക്കുന്ന കേസ്. ഓഹോ, പോലീസിനെ തല്ലിയല്ലേ? ആ പോലീസ് നട റോഡ് വെച്ച് എല്ലാരും കാണുകയാണ് തല്ലിയത്. അവൻ തല്ലിയല്ലേ? പെട്ടെന്ന് വിളിക്ക്. ഈ മൂടുകളണ്ട, പെട്ടെന്ന് വിളിക്ക്. ഇവിടെ വാ. എല്ലാത്തിനും വിളിച്ചാലും ഇതാണ് സാറേ ആള്. നമസ്കാരം സാറേ. നമസ്കാരം. മിണ്ടല്ലേ സാറേ. നമസ്കാരം. സാറേ ചോദിക്കും സാറേ, ധൈര്യത്തോടെ ചോദിക്കും. ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം.
നീ പോലീസുകാരെ ആ, ഓ, തല്ലും. തല്ലുമല്ലേ അതല്ലേ നീ പോലീസുകാരെ തല്ലുമല്ലേ ആ തല്ലൂന്ന് എന്തേ അടുത്ത കേസ് ചാർജ് ചെയ്യും എസ് ഐനെ തല്ലി ചാർജ് ചെയ്തോ ചാർജ് ചെയ്യ്. തല്ലോട്ടാ ഒരു കാര്യം ചെയ്തല്ല സാറേ, പെട്ടെന്ന് ചാർജ് ചെയ്തിട്ട് മേല സ്റ്റേഷനിൽ ഇപ്പൊ 4 കേസായി കുറെ നേരം ഇവിടെ സ്മാർട്ട്നെസ് കളിക്കാൻ തുടങ്ങി. സെക്ഷൻ ചിക്കൻ 65 CRPC. ഞങ്ങൾക്കറിയാം എന്ത് ചാർജ് ചെയ്യണമെന്ന് കേട്ടോ. ചാർജ് ചെയ്തിട്ട് വേഗം തന്നെ ജയിലിലേക്ക് വിട്. സാറേ നമസ്കാരം. സദാശിവൻ സാർ വരുന്നുണ്ട്. അയ്യോ സദാശിവ സാർ വരുന്നുണ്ട്. നമസ്കാരം. അതൊന്നും വേണമെന്നില്ലെന്നേ. വേണ്ട സാർ പ്ലീസ് പ്ലീസ് ഇരിക്കൂ സാർ. സാറെ കുടിക്കാൻ എന്ത് വേണം? ചായ, കോഫി, നാരങ്ങ, പെപ്സി, തൽക്കാലം ഒന്നും വേണ്ട. ഒരു പൈന്റ് വേണ്ട പറഞ്ഞില്ലേ. ബൽറാം വാ, ഇത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു പയ്യനാണ്. ഇവന്റെ പേരുള്ള കേസ് ഒന്നും ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ന് തന്നെ ഇറക്കി വിട്ടേക്കണം. അയ്യോ സാറേ നേരത്തെ പറയണ്ടേ? ഓക്കെയാണ് സാറേ ഞാൻ കുറ്റം ചെയ്തിട്ടാണോ ഒന്ന്? എടാ സദാശിവൻ സാർ ഒരു വാക്ക് പറഞ്ഞാൽ അവൻ പിന്നെ ചുടനാളിയും എടാ സദാശിവൻ സാർ ഒരു വാക്ക് പറഞ്ഞ അതാണ് ഏറ്റവും വലുത്. ഈ കുറ്റം ഒന്നും ചെയ്തിട്ടില്ല. എസ് ഐനെ തല്ലിയതാണ് നീ. എസ് ഐ അല്ല മന്ത്രിയെ തല്ലല്ലേ. നീ ഇനി ഇവിടെ നിക്കത്തില്ല. പോ 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 പോ. എന്താ സാറെ കൊണ്ടുപോ വേഗം. സാറേ എസ് ഐനെ തല്ലിയതാണ് ഞാൻ. പോലീസിനെ ഞാൻ പറഞ്ഞത് കേട്ടായി. എന്തോ കഴിഞ്ഞ പിക്കറ്റിങ്ങിന് ഞങ്ങളുടെ പ്രവർത്തകർ ഈ പോലീസുകാരെ തല്ലിച്ചത് അവന് ഞങ്ങൾ നോട്ടിട്ടിരുന്ന. സാറേ എനിക്ക് ജയിലിൽ കിടക്കണം. താനായിട്ട് ചെയ്തു. താൻ ജയിലിൽ കിടക്കുന്ന ആളല്ല, താൻ ഞങ്ങളുടെ ആളാ. ക്ലീറ്റസേ ഓ സാറേ എനിക്ക് ജയിലിൽ കിടക്കാൻ വേണ്ടിട്ട് പറയുന്നു. സാറേ ജയിലിൽ കിടക്കാൻ വേണ്ടിട്ടാണ്. അയ്യോ ഒന്ന് പറയട്ടെ. വന്നല്ലോ. പോയ കാര്യം എന്തായി? അതങ്ങ് വിജയിച്ചില്ലെന്ന്. എന്ത് പറ്റി? പദ്ധതി പൊളിഞ്ഞോ? പദ്ധതിയൊക്കെ വിജയിച്ച്. ഒരു പോലീസുകാരനെ തല്ലിയ കേസിനാണ് എന്നെ പിടിച്ച് അകത്തിട്ടത്. പക്ഷെ ഒരു സദാശിവൻ എന്ന് പറയുന്ന നേതാവ് വന്നിട്ട് എന്നെ പുറത്തിറക്കി കൊണ്ടു. സദാശിവനോ? അയാളാരാ? ആരെന്ന് എനിക്കറിയാൻ പാടില്ല. ഒരു വലിയ നേതാവെന്നാണ് പറയുന്നത്. അയാൾ പറഞ്ഞ് ആ പോലീസുകാരൻ അയാളുടെ വർഗ്ഗശത്രുവാണ്, ചെയ്തത് നന്നായി പറഞ്ഞ് നിസ്സാരമായിട്ട് എന്നെ പുറത്തിറക്കി കൊണ്ടുവന്നു. അപ്പൊ ആ പദ്ധതി പൊളിഞ്ഞു. പൊളിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കിട്ട് വേറൊരു മാർഗ്ഗേ ഉള്ളൂ. അല്ല ജയിലിന്റെ അകത്ത് പോണം. ഇനി എന്താ ചെയ്യാ? ചെയ്യാനുള്ള കാര്യം ഈ പറഞ്ഞു വരുന്നേ. കുറച്ച് സുഖമുള്ള ഒരു ഇടപാടാ. ചുമ്മാ ഒന്ന് റേപ്പ് ചെയ്യണം. ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കണം. പീഡിപ്പിക്കാനാ? പെണ്ണേസിലൊന്നും എന്നെ പെടുത്തരുത്. തല്ലേസെന്ന് വെച്ചാൽ പിന്നെ പ്രശ്നമില്ല. പെണ്ണേസിലേക്ക് എന്നെ പെടുത്താൻ. എടാ പീഡനം എന്ന് പറഞ്ഞാൽ നീ പേടിക്കുന്നതിനാ? നല്ല തണ്ടും തടി ആരോഗ്യമൊക്കെ ഉണ്ടല്ലോ. നിന്റെ അത്ര ഉണ്ടായിരുന്ന ഞാൻ ചെയ്തേനെ. എടാ ഒരു അവസരം കിട്ടിയാൽ നമ്മൾ യൂസ് ചെയ്യണം. ആദ്യം അത് മനസ്സിലാക്ക്. ഇങ്ങോട്ട് നോക്ക്. നീ ഒന്നും ചെയ്യണ്ട. സുന്ദരിയായ ഒരു പെൺകുട്ടി ഇങ്ങനെ നടന്നു വരുമ്പോ വെറുതെ ഇങ്ങനെ ടച്ച് ചെയ്താൽ മതി, അവളുടെ അനുവാദം ഇല്ലാതെ. എടാ സ്ത്രീ പീഡനം എന്നൊക്കെ പറഞ്ഞപ്പോ ജയിലിൽ ഭയങ്കര മാർക്കറ്റാ. ജയിലിന്റെ വാതിൽ വരെ നമ്മൾ ചെന്നാ മതി, അപ്പൊ തന്നെ പിടിച്ച് നമ്മൾ അകത്തിടും. കാര്യമൊക്കെ ശരി തന്നെയാണ്. പക്ഷെ പെണ്ണേസ് എന്നൊക്കെ പറഞ്ഞാലേ ജയിലിൽ പോകാൻ പറ്റൂലേ? നമുക്ക് പോണ്ടേ? പോണം. ഇവിടുത്തെ ഭേദം അത് തന്നെയാ. നീ ചെയ്യണം. എനിക്ക് വേണ്ടി നീ ചെയ്യില്ലേ? ജയിലിൽ പോകാനല്ലേ? എനിക്ക് വേണ്ടി ചെയ്യില്ലേ? തീർച്ചയായിട്ടും. പീഡനമെങ്കിൽ പീഡനം. നിറച്ച ആളുള്ള ആളില്ലാതെ വിടാൻ തോന്നുന്നു. ദൈവമേ, ഈ കാര്യത്തിലെങ്കിലും എനിക്ക് കഴിവ് തെളിയിക്കാൻ പറ്റണേ. ചേച്ചിയെ, ചേച്ചി, ചേച്ചി, ഇവിടെ ഈ ഫോൺ കേടാണെന്ന് പറഞ്ഞ ശരിയാണോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഇല്ല. ഈ കറണ്ടിനും വല്ല കേടുണ്ടായാ? ഇല്ല. ചേട്ടൻ വിളിച്ച് പറഞ്ഞിരുന്നു എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ. ചേട്ടൻ ജോലിക്ക് പോയതാ. ആണല്ലേ? അപ്പൊ ഇവിടെ വേറെ ആരുമില്ലേ? ഇല്ല, ഇവിടെ ആരുമില്ലേ? നന്നായി. അതെ, അകത്തു വല്ല പ്രശ്നം നോക്കിട്ട് വരാം. അത് പ്രശ്നമൊന്നുമില്ല. അപ്പോ കാര്യം സക്സസ്. എന്നെ അറസ്റ്റ് ചെയ്യൂ. എടോ എനിക്കറിയാന്ന്. ഹലോ, എപ്പാ? 19, 20, 21 അല്ലേ? എടോ ഇങ്ങോട്ട് 19, 20, 21 അല്ലേ? ഇല്ല കുഴപ്പമില്ല. 19, 22 ഉണ്ടാ? ഇല്ല 19. എടാ 19, 20, 21. ഓക്കെ. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പറയണേ കേട്ടാ. ഓക്കെയാ? ഓക്കെ, താങ്ക് യു. എവിടെ സാറേ ഡ്യൂട്ടി? ഡ്യൂട്ടി ഒന്നുമല്ല, ഇംഗ്ലണ്ട് ആയിട്ടുള്ള ടെസ്റ്റില്ലേ കഴിഞ്ഞോണം നമുക്ക് പണി കിട്ടിയാണേ. നമ്മളെ തോപ്പിച്ചില്ലേ? എന്താടാ നിനക്ക് ഇത്ര ക്രിക്കറ്റോടെ നിനക്ക് എന്താ ഇത്ര പരിഭ്രാന്തി? ഹലോ 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 എന്താണെന്ന്? റേഞ്ചില്ല. ഹലോ 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 എടാ ഉറക്കെ പറഞ്ഞടാ. ഹലോ ഹലോ കേക്കാം. ആളിയാ പറഞ്ഞ എടാ ഞാനേ അതെ എന്നാന്നറിയോ, അവിടെ റേഞ്ച് ഇല്ലാത്തോണ്ടാ ഞാൻ എന്തൊരു നേരം വിളിക്കാൻ നോക്കിയെന്നറിയോ, കിട്ടാത്തോണ്ടാ.
അപ്പോഴേ നീ ആ നമ്പർ പറഞ്ഞേ, ഞാൻ വിളിച്ചോളാം. ആ നമ്പർ അളി ഒന്ന് നോട്ട് ചെയ്തു. 944 ഓക്കെടാ, ഞാൻ അങ്ങോട്ട് വിളിക്കാണോ? അല്ലല്ല, ആ നമ്പർ എനിക്കറിയാൻ പാടില്ല. ഒരു കാര്യം ചെയ്യും, ഞാൻ അങ്ങോട്ട് അതല്ല, ഞാനായിട്ട് വേറെ അങ്ങ് വിളിക്കണോ? നീയായിട്ട് ഒരു വക്കീലിനെ വിളിച്ചോ ജാമ്യത്തിൽ ഇറക്കാൻ. എടാ ഇത് ഏത് സ്ഥലം അറിയാമോടാ? സാറേ ഞാൻ റേഞ്ച് നോക്കി വന്നു. എടാ ഇത് കോയിൻ ബോക്സ് അല്ലടാ, പോലീസ് സ്റ്റേഷനാ. റേഞ്ച് കിട്ടാതെ വന്നു സാർ. റേഞ്ച് കിട്ടല്ല. എടാ ഇതില് ഹൈ റേഞ്ച് ഉള്ള സ്ഥലം കാണിക്കണ്ട. കോൺസ്റ്റബിൾ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചേ, അതിന്റെ മുകളിൽ അവനെ ഇരുത്ത. എനിക്കിന്നൊരു മൂടില്ല. എന്താണെന്ന് നോക്കിയല്ലേ? എനിക്ക് ജയിലിൽ കിടക്കണം. അറസ്റ്റ് എന്തിനാന്ന്? ഞാനൊരു പെണ്ണിനെ പീഡിപ്പിച്ചിട്ടാ വന്നേക്കണെന്ന്. വീഡിയോ ഒലിപ്പിച്ചെന്നല്ല, പീഡിപ്പിച്ച്. തെളിവ് സഹിതമാണ് ഞാൻ വന്നേക്കണം. പറയടാ, എങ്ങനെ പീഡിപ്പിച്ചടാ? ഞാൻ ചെല്ലുമ്പോ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ചോദിച്ചു, അതൊക്കെ പറഞ്ഞാൽ മതി, മനസ്സിലാവണം. അല്ല അവിടെ ടെലിഫോണിന് വല്ല പ്രശ്നം ഉണ്ടാന്ന് ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞ് അളിനിങ്ങോട്ട് വന്നേ, ഇവിടെ ഇരുന്ന് അവസാനം പറഞ്ഞാൽ മതി. സാർ മൊബൈൽ റെക്കോർഡ് ചെയ്യട്ടോ. കുറെ നാളെ കേട്ടിട്ട്. ഇങ്ങോട്ട് കഥ കേട്ട് കഴിഞ്ഞു. ഇനി ഇവൻ എന്ത് ചെയ്യണം? നമുക്ക് ഇവരെ പീഡിപ്പിച്ചനല്ല, പറഞ്ഞു പറ്റിച്ചേന്. എനിക്കും മകളൊക്കെ ഉള്ളതാണ്. പീഡനം പീഡനം നീ മിണ്ടരുത്, ഞങ്ങൾ എഴുതിക്കോളാം. വിയൂർ സെൻട്രൽ ജയിലിൽ വിട് സാറേ. നമസ്കാരം. സദാശിവൻ സാറ് വരുന്നുണ്ട്. അയ്യോ സദാശിവൻ സാറ് വന്ന. അതെന്റെ തൊപ്പിയാണ്, കുഴപ്പമില്ല, നീ വെച്ചോ. നമസ്കാരം സാറെ. കുടിക്കാൻ ഒരു പൈന്റ് എടുക്കട്ടെ? ഞാൻ പറഞ്ഞില്ലേ. ബലരാമൻ, ഇത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു പയ്യനാണ്. ഇവന്റെ പേരിലുള്ള കേസ് ഒന്നും ചാർജ് ചെയ്യണ്ട. ഞാൻ പീഡിപ്പിച്ചിട്ടാണ് വന്നേക്കുന്നത്. സദാശിവൻ സാർ ഒരു വാക്ക് പറഞ്ഞാൽ ചൂടാവണ. നീ എടാ സദാശിവൻ സാർ ഒരു വാക്ക് പറഞ്ഞത് വാക്കാണ്. ഞാൻ പണ്ടേ പറഞ്ഞിട്ടില്ലേ സാർ, എനിക്ക് ജയിലിൽ കിടക്കണോ? ഒരു പെണ്ണിനെ പീഡിപ്പിച്ചിട്ടാണ് വന്നേക്കുന്നത്. എടോ, ഈ പീഡന കേസ് താൻ അകത്തായി കഴിഞ്ഞാൽ അത് അവളൊരു വാർത്തയാക്കി മാറ്റും. പിന്നെ ഞാൻ ഉൾപ്പെടെ പല പ്രമുഖരും അകത്താവും. താൻ അകത്ത് കിടക്കേണ്ടവനല്ല, പിന്നെ പുറത്ത് നടക്കേണ്ടവനാ. എനിക്ക് ജയിലിൽ കിടക്കാൻ വേണ്ടിയാണ് സാറെ. പീഡിപ്പിച്ചവനാണ് ഞാൻ സാറേ. ജയിലിൽ കിടക്കാൻ ഉമ്മാര് സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. സാറേ എന്ത് പണിയാ സാറേ കാണാൻ? ഞാൻ മാല മോഷിച്ച് എത്ര ദിവസം ഈ ജയിലിൽ പിടിച്ചിരുന്നത്. ഈ പീഡനം ചെയ്തവനൊക്കെ കൂളായിട്ട് ഇറങ്ങി പോകുന്നുണ്ടല്ലേ? മരം വെട്ടുന്നവനൊക്കെ സമ്മതിക്കണം. ഇവിടെ ഒരു കോടാലി പൊക്കാൻ പറ്റുന്നില്ല. പിന്നെയാ ഈ നാശം കോടാലിയുടെ വെയിറ്റ്. വന്നല്ലോ. പോയ കാര്യം എന്തായി? പീഡിപ്പിച്ച ജയിലിൽ കേറിയാ? എടാ പിന്നെന്താ കൈ വീശി ഇങ്ങോട്ട് പോന്ന്? ആ ചെകുത്താൻ വീണ്ടും വന്നെന്നെ ഇറക്കിന്ന്. ആര്? ആ സദാശിവൻ എന്ന് പറയുന്ന നേതാവ്. ഞാൻ ചോദിക്കുന്നോണ്ട് നീ തെറ്റിദ്ധരിക്കല്ലേ. ഇല്ല, എന്താ? അയാള് വകയില് നിന്റെ അച്ഛനായിട്ട് എങ്ങാനും വരുമോ? ഒരുമാരെ തന്തൊക്കെ പറയരുത്. പിന്നെന്തിനാ എല്ലാ കേസിലും അയാൾ നിന്നെ ഇങ്ങനെ വന്ന് ഊരിയെടുക്കുന്നേ? എനിക്കറിയാൻ പാടില്ലെന്ന്. ഈ പീഡനത്തിൽ ഞാൻ അകത്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ പീഡനം വലിയൊരു വാർത്തയാവും. ഇത് വാർത്തയായിട്ടുണ്ടെങ്കിൽ അവള് പലരുടെയും പേര് പുറത്തു പറയും. ഈ സദാശിവൻ ഉൾപ്പെടെയുള്ള പല നേതാക്കന്മാരും അകത്താവും. അതാണ് എന്നെ ഊരിക്കൊണ്ടുവന്നത്. അത് ശരി. അപ്പൊ സദാശിവന് രക്ഷപ്പെടാൻ വേണ്ടി നിന്നെ ജയിലിൽ നിന്ന് ഊരിയെടുത്തു. അങ്ങനെ ആ പദ്ധതിയും പൊളിഞ്ഞു. ഇനി ഞാൻ നോക്കിട്ട് ഒറ്റ മാർഗേ ഉള്ളൂ. എന്താ? ഒരാളെ അങ്ങ് കൊല്ലണം. എന്തിനാ നീ ചിരിക്കുന്നത്? എന്താ നീ പറയുന്നത്? ഒരാളെ കൊല്ലാനാ? എടാ, നമ്മളൊരു കൊതു കടിച്ചാ നമ്മൾ അതിനെ അടിച്ചു കൊല്ലൂലേ? എട്ടുകാലി കടിച്ചാൽ നമ്മൾ അതിനെ അടിച്ചു കൊല്ലത്തില്ലേ? എടാ അത്രേ ഉള്ളൂ. ഒരു കൊലയെന്നൊക്കെ പറഞ്ഞ ഒരൊറ്റ കുത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഒരു മനുഷ്യനെ വളരെ ഈസി ആയിട്ട് അങ്ങ് കൊല്ലുക. കൊലപാതക കുറ്റം നടത്തി കഴിഞ്ഞാൽ പിന്നെ ജയിലിൽ പിടിച്ചിടാതിരിക്കാൻ പറ്റുമോ? ഒരു രാഷ്ട്രീയക്കാരനും ഇടപെടാൻ പറ്റത്തില്ല. അത് ശരിയാണ്. ഞാൻ ഉറപ്പ് പറയാനല്ല, ശ്രമിക്കാന്ന് മാത്രമേ പറയൂ. കൊല്ലാൻ വന്നിട്ട് ഒരു കൊതുകിനെ പോലും കിട്ടാനില്ലല്ലോ. എന്താ കാട്ടുപോത്താ?
ഇവനെയൊക്കെ കൊന്നു തീർക്കണമെങ്കിൽ 1 മാസം വേണ്ടി വരും. എന്നാലും ശ്രമിച്ചു നോക്കാം. ഒന്നുമില്ല സമയത്ത് ഒന്നുമില്ല. ഇവന് ചാവാൻ സമയമായിട്ടില്ല. ഇവനാണെങ്കിൽ കൈപ്പിടിയിൽ ഒതുങ്ങും. എന്താണെന്ന് പരിഗണന നീ ഒന്ന് കൊല്ലാനായിരുന്നു. ഇതിനു മുമ്പ് കൊന്നിട്ടില്ല. കൊന്നോട്ടെ. കൊല്ലാൻ എന്നെ കൊല്ലാൻ അങ്ങനെ കത്തി പോറലോടെ മോനെ. അത് പോറലോ എന്നെ കൊല്ല കത്തി പോറലോടാ. എന്നാ സാധനം തടാ സാധനം തടാ കൊല്ല കൊല്ല കൊന്നിട്ട് പോടാ. കൊട്ടേഷനായിരുന്നല്ലേ? അമ്മേ പുലിയെത്തിട്ട് വരാട്ടാ. ഹലോ, പേരെന്താണ്? ഫിനിഷ്. അപ്പൊ നിന്റെ കാര്യം ഫിനിഷ്. സ്വന്തമായിട്ട് നല്ലൊരു ശബ്ദം പോലും ഇല്ലാത്ത മനുഷ്യൻ കൊല്ലും എന്തായാലും ഒച്ച വെക്കൂല. എന്തായി സ്വർഗത്തിൽ പോവാ? സ്വർഗത്തിൽ പോവാടാ. എടാ ഞാൻ എന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ പോണേണ്. എടാ നിനക്ക് സ്വർഗത്തിൽ പോവാ, എനിക്ക് ജയിലിലും പോവാ. നമുക്കൊരുമിച്ച് സൂഹിക്കാം. ഭ്രാന്താ ഇത് കണ്ടാ? എന്റെ അമ്മോ എന്നെ കൊല്ലാമല്ലേ. അയ്യോ എന്നെ കൊല്ലാമല്ലേ. അയ്യോ കൊല്ലട്ടെ നീ. വെള്ളം വെള്ളം. എടാ ഇത്രയും വെള്ളം ഇവിടെ കിടന്നിട്ട് ഇനിയും കുടിക്കാൻ നിനക്ക് വെള്ളം വേണോ? ചത്ത് കഴിഞ്ഞ് നിനക്ക് സ്വർഗത്തിൽ പോയി സൂഹിക്കാം, എനിക്ക് ജയിലിലും പോയി സൂഹിക്കാം. എടാ പറയണേക്കൾ ചത്താന്ന്. ചത്താ കേക്കണല്ലോ ഇവനി. ചത്താന്ന്. അപ്പൊ കാര്യം ഓക്കെ. ഇനി ഞാൻ ജയിലിൽ. ഹലോ 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 പോലീസ് സ്റ്റേഷനല്ലേ? അതെ അതെ. പോലീസ് സ്റ്റേഷനല്ലേ? അതെ. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. എന്താണ് എന്താ ഇവിടെ ഒരു ഡെഡ് ബോഡി കിടക്കുന്നു സാർ. ഡെഡ് ബോഡി ഹലോ പറഞ്ഞോളൂ പറഞ്ഞോളൂ. സാർ ഇവിടെ ഞാൻ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. പറയൂ സാർ. ഇവിടെ ഒരു ഡെഡ് ബോഡി കിടക്കുന്നു സാർ. അതിന് എവിടെയാണെന്ന് പറയും സൈഡ്? ഇത് നമ്മുടെ പഞ്ചാബിന് തൊട്ടടുത്ത്. പഞ്ചാബ്? ഇംഗ്ലണ്ടിലോട്ട് തിരിയുന്ന വഴിയില്ലേ? ഏത് സ്ഥലം പറ. നമ്മുടെ കഞ്ഞിക്കുഴിക്ക് തൊട്ടടുത്ത് തന്നെ. അതായത് നമ്മുടെ ഹരിയാന എന്ന് പഞ്ചാബിലേക്ക് മുമ്പ് ഇംഗ്ലണ്ടിലേക്ക് തിരിയുന്ന അതേ വഴിയിൽ കിടക്കുന്നു. എന്താണെന്ന് പറഞ്ഞ ഡെഡ് ബോഡി കിടക്കുന്നു. ഡെഡ് ബോഡി ഓക്കെ ഞങ്ങൾ അങ്ങോട്ട് അങ്ങോട്ട് വരണ്ട സാർ. എന്താണ് വരേണ്ട ആവശ്യമില്ല. എന്താണ് ആ ഡെഡ് ബോഡി എന്നിട്ട് പോയതേ? ഞാനെ വിളിക്കുന്നത്. ഞാൻ അമേരിക്കുന്നത്. എന്താണ് പേര്? ബുഷ്. കണ്ട ഭ്രാന്തന്മാരൊക്കെ ഫോൺ വിളിക്കുമ്പോ എടുക്കാൻ സാറിന് നാണയില്ല. അത് ശരി ഭ്രാന്തനായിരുന്നു. ഡെഡ് ബോഡി എന്ന് പറയുമ്പോ കൈയും കാലും നടന്നു പോയാ. എന്റെ അമ്മ ദേ വിളിക്കണ. പിന്നെ നീ എടുക്കോ? നീ എടുക്ക്. ഹലോ ഹലോ. എന്താടി എടുക്കണ? ആണോ കത്തിക്ക് കുത്തിയ? റോങ് നമ്പർ. എന്താണ് സാറേ? കത്തിക്ക് കുത്തിന്ന് നമ്മളോട് ചെല്ലാൻ. നമ്മള് ചെല്ലാനാ? അതെ പിന്നെ അടിക്കണില്ല. നീ എടുക്ക്. ഇല്ല സാറ്. ഇല്ല ഞാൻ 2 പ്രാവശ്യം എടുത്താണ്. നീ എടുക്ക്. കത്തി കുത്തി ടീമാണെന്ന് സാർ എടുക്കുന്നു. എടുക്ക അങ്ങോട്ട്. ഐഡിയ ഉണ്ട്. നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പൊ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കണം. പിന്നെ എടുക്കട്ടോ. ഓക്കെ. എന്താടാ കാര്യം? എന്താ? ഞാൻ ഒരാളെ കൊന്ന്. ദൈവം ഇയാൾക്ക് ഭ്രാന്താണ് കേട്ടാ. എടാ ചുമ്മാ കൊന്നെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല. വെറുതെ 4 സാക്ഷികളുണ്ട്. 4 സാക്ഷികൾ തെളിവ് സഹിതമാണ്. എഴുതി ഇങ്ങോട്ട് മാറി. 166. ഇങ്ങോട്ട് മാറിക്കടാ. ഇത് എഴുത. ഇവൻ വന്നപ്പോ തൊട്ട് ഓവർ സ്മാർട്ട്. ഇവൻ കൊന്നിട്ടുണ്ടാവോ? പിന്നെ എപ്പോ കൊന്നു വെച്ചോ? എഴുത്. പൂജപ്പുര കിടന്നാ മതി. മിണ്ടണ്ട, ഞങ്ങൾ എഴുതിക്കോളാം. പറ്റിയില്ലെങ്കിൽ കണ്ണൂർ അല്ലെങ്കിൽ വിയൂര് എവിടെയെങ്കിലും. നമസ്കാരം. അയ്യോ സദാശിവ സാർ ഡ്രസ്സൊക്കെ നേരെ ഇട് സാറേ. വടി അവിടെ ഇരിക്കട്ടെ സാറേ. അപ്പൊ ചായ വേണ്ട, കോഫി വേണ്ട, കൊക്കോള വേണ്ട, നാരങ്ങ വെള്ളം വേണ്ട, ഒന്നും വേണ്ട. ഇത് നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്. കേസൊന്നും ചാർജ് ചെയ്തത് ഇറക്കി വിടണം എന്നൊക്കെ പറയാനല്ലേ? ഇതൊക്കെ പറയാൻ സാർ എന്തിനാ സാറേ
ഇവിടെ വരെ വന്നത്? സാർ ഒരാളെ കൊന്നിട്ടാണ് ഞാൻ വന്നേക്കണത്. ഏയ്, സദാശിവൻ സാർ ഒരു കാര്യം പറഞ്ഞാ പറഞ്ഞോ? ദൈവം പിന്നെയും പണങ്ങണം. നീ ഈയിടെ സദാശിവൻ സാർ ഒരു വാക്ക് പറഞ്ഞത് വാക്കാണെന്ന് പണ്ടേ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. സാർ ഞാൻ കഷ്ടപ്പെട്ട് വെള്ളത്തിൽ മുക്കിയാണ് ഒരാളെ കൊന്നേക്കണത്. ഈയിടെ ഒന്നല്ല 1000 പേരെ കൊന്നാലും സദാശിവൻ സാർ പറഞ്ഞ ഞങ്ങൾ പറഞ്ഞു എനിക്ക് ജയിലിൽ കിടക്കണം സാറേ. കൊടുക്കും. എന്റെ പൊന്നു സാർ ഞാൻ കഷ്ടപ്പെട്ടാണ് ഒരാളെ കൊന്നത്. എടോ താൻ ഞങ്ങളുടെ പാർട്ടിയുടെ അഭിമാനോടോ അതുകൊണ്ട് രക്ഷപ്പെട്ട ഞങ്ങളുടെ വർഗശത്രുവിനോടോ താൻ ഇല്ലാതാക്കിയിരിക്കുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? താൻ ജയിലിൽ പോകേണ്ട ആളല്ല. എനിക്ക് ജയിലിൽ പോകണം. എനിക്ക് ജയിലിൽ പോകണം സാറേ. അങ്ങനെ പറഞ്ഞ വിടോ. ഇത് കണ്ടോ ഞങ്ങളുടെ ചെറിയൊരു പാരിതോഷികം ചെക്കാണ്. ഓക്കെ ഓ എന്ത് സാറേ എനിക്ക് ജയിലിൽ പോകണം സാറേ. പൈസ കിട്ടിയില്ല ഇനിയെങ്കിലും ജീവിച്ചൂടെ? കഷ്ടപ്പെട്ടാണ് സാറേ ഞാൻ ഒരാളെ കൊന്നത്. ജയിലിൽ കിടക്കാനും ഒരു സമ്മതിക്കില്ല എന്ന് പറഞ്ഞ കൊന്നു കഴിഞ്ഞ് ഇത്രയും പൈസ കിട്ടുന്ന അറിഞ്ഞിട്ട് ഞാൻ ഒരാളെ കൊന്നു. എന്താണ് അളിയായി പറയണത്? രാവിലെ തൊട്ടിരിക്കും ഒരു കൊത്തു പോലും ഇല്ല. കഷ്ടം. അവനിപ്പോ പോലീസ് സ്റ്റേഷനിൽ കിടന്ന് പോലീസിന്റെ ഇടി കൊണ്ട് ചതയുമായിരിക്കും. കൂട്ടുപ്രതിയായിട്ട് എന്റെ പേര് പറഞ്ഞാ മതിയായിരുന്നു. എന്തായാലും വിലങ്ങണി ഞാൻ കൈ കൊതിക്കുക. അളിയാ പൊളിഞ്ഞളിയാ. ആ പദ്ധതി നീ പൊളിച്ചോ? പൊളിച്ചാൽ ആളെ കൊന്ന് പോലീസ് സ്റ്റേഷനിലോട്ട് പിടിച്ചോണ്ട് പോവുകയും ചെയ്യും. എന്നിട്ട് മറ്റേ പിശാശില്ലേ അയാൾ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് എന്നെ ഇറക്കി ആര്? ആ മറ്റേ സദാശിവൻ എന്ന് പറഞ്ഞ നേതാവേ. അയാൾ എന്തിനാ അവിടെ വന്നേ? ആ എനിക്കറിയാൻ പാടില്ല. ഇറക്കിക്കൊണ്ടിര മാത്രല്ല 5 ലക്ഷം രൂപയുടെ ചെക്കാണ് എഴുതി തന്നേക്കണ. കണ്ട ഇത് ഒറിജിനൽ ചെക്ക് തന്നെയാണ്. ഒറിജിനൽ ചെക്ക്. വണ്ടി ചെക്ക് ഏ അല്ല. അല്ലല്ല. സ്റ്റേറ്റ് ബാങ്ക്. ആ നിനക്കെതിരെ അയാളെ ചെക്ക് തന്നെ. അയാള് പറയണത് അയാളുടെ പ്രസ്ഥാനത്തിന്റെ ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ള ഒരു വർഗശത്രുവിനാണ് ഞാൻ കൊന്നേക്കണെന്ന്. ഈ സദാശിവൻ തന്നെ അവനെ നോട്ടൂട്ടേക്കണെന്നാണ് പറയണത്. ആണോ? ആ ഇനിയിപ്പൊ എന്റെ സങ്കടം അതല്ലെന്ന്. എന്താ? ഇനി നമുക്ക് എങ്ങനെ ജയിലിൽ പോകാൻ പറ്റും? അയ്യോ ഒറ്റ ഇടി അങ്ങോട്ട് ഞാൻ വെച്ചെന്നാണല്ലോ. എടാ നമ്മൾ എന്തിനാടാ ജയിലിൽ പോകാൻ തീരുമാനിച്ചേ? നമ്മുടെ ദാരിദ്ര്യം കൊണ്ട്. ബുദ്ധിമുട്ടും പട്ടണിയും ജോലി ഇല്ലാത്തത് കൊണ്ടല്ലേ? അതെ. 5 ലക്ഷം രൂപ ഫ്രീ ആയിട്ട് കൈ വന്നില്ലേ? ഇനിയിപ്പൊ നമ്മൾ രണ്ടും ജയിലിൽ പോകേണ്ട വല്ല കാര്യമുണ്ടോ? അത് ശരിയാണ്. അപ്പൊ നമ്മൾ ഈ 5 ലക്ഷം രൂപ കൊണ്ട് നമ്മള് രക്ഷപ്പെട്ടളിയാ. എന്താ 5 ലക്ഷം രൂപയല്ലേ ചുളുവി നമ്മുടെ കൈ കിട്ടിയിരിക്കുന്നേ. ഞാൻ ആലോചിക്കണതേ ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് പൊറോട്ടയും ഇറച്ചിയും ചോറും സാമ്പാറൊക്കെ അങ്ങോട്ട് തിന്നാ. 5 ലക്ഷം രൂപയ്ക്കോ? അല്ല എടാ പൊക്കോണ്ടായിട്ട് കാര്യമില്ല, കുറച്ച് ബുദ്ധി വേണം. ഞാൻ അതൊന്നും അല്ല ആലോചിക്കുന്നത്. 5 ലക്ഷം രൂപ കൈ കിട്ടിയ സ്ഥിതിക്ക് ഒന്ന് കല്യാണം കഴിച്ചാലോ എന്ന് ആലോചിക്ക. എന്നിട്ട് വേണം 5 ലക്ഷം രൂപ കടത്തിൽ മുങ്ങാനായിട്ട്. അവിടെ എന്താണ്? എന്താ അത്? ഒരാൾ ആക്സിഡന്റ് ആയിട്ട് കിടക്കുവാന്ന് തോന്നുന്നു. വാ നോക്കാം. അയ്യോ എന്റെ പൊന്നു ചേട്ടന്മാർ, ഒരാൾ ആക്സിഡന്റ് ആയിട്ട് കിടന്നിട്ട് എല്ലാരും നോക്കി നിൽക്കുവാണോ? വേഗം എടുത്തോണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്ക്. എന്റെ പൊന്നേട്ടൊന്ന് ഹോസ്പിറ്റലിൽ എടുത്തോണ്ട് പോ. വണ്ടി വന്നിട്ട് ഡ്രൈവർ ഇറങ്ങി ഓടി. അവനിത് ഇതിലേ പോയി. തനിക്കൊന്ന് ഹോസ്പിറ്റലിൽ എടുത്തോണ്ട് പോയിക്കൂടെ? കാലത്ത് പോയി കോടതി വരാൻ പോയിരിക്കണം. കോടതി ആദ്യം മനുഷ്യജീവന് വില കൽപ്പിക്കും. നിങ്ങളെല്ലാരും എന്താ നോക്കി നിൽക്കുന്നത്? ഇദ്ദേഹത്തെ ഒന്ന് പൊക്കി ആശുപത്രിയിൽ എത്തിക്കാൻ നോക്ക്. ഒന്ന് പിടിക്ക്. നിങ്ങളൊക്കെ മനുഷ്യരാണോ? ഇദ്ദേഹത്തെ ഒന്ന് പിടിച്ച് നോക്കട്ടെ, നമുക്ക് കൊണ്ടുപോവാ. എങ്ങനെയെങ്കിലും ഒന്ന് വലിച്ചു പൊക്ക്. നിക്ക് നിക്ക്, ഞാൻ അപ്പുറത്ത് വരാം. പിടിക്കാന്നല്ലേ പിടിക്കാൻ പറ്റുള്ളൂ. എന്നെ കൊണ്ടുപോകല്ലേ. ഞാൻ ആശുപത്രിയിലേക്കില്ല. ചെരുപ്പ് എടാ പയ്യെ കൊണ്ടോ, പയ്യെ കൊണ്ടോ. ഷൂട്ട് ചെയ്തോ. മനുഷ്യനെ സഹായിക്കല്ലേ കേട്ടാ. സാറേ സാറേ പറഞ്ഞതുപോലെ കേട്ടിട്ടുണ്ട് സാറേ. അയ്യോ ഞാനായിരുന്നു. അത് ശരി സാറേ പുറത്ത് ഭയങ്കര വെയിലാ സാറേ. ഞാൻ കുറച്ചു നേരം അകത്തിരുന്നോട്ടെ. ഉണങ്ങിട്ടില്ല. പോ വെയിലത്ത് സാറേ ഭയങ്കര വെയിലാന്ന്. നാളെ പെണ്ണുമ്പളുടെ ചുരിദാർ എടുത്തു പറഞ്ഞിട്ട് ഇവനെ കൊണ്ട് അലക്കിപ്പിക്കാം. ഒരു പണിയും ചെയ്യാണ്ട് സുഖിച്ച് ജയിലിൽ താമസിക്കണേ. ഇങ്ങോട്ട് വന്നാ മതി. 1 2 ഇവിടെ വാ. സാറേ ഇവിടെ കുറച്ചുമ്പോ യൂണിഫോം ഇട്ടുകൊണ്ട് പോയത് ആരായിരുന്നു? അത് നമ്മുടെ ഇവിടുത്തെ പുള്ളി മാല കെട്ടില്ലേ, മോഷ്ടിച്ചില്ല. അവനാണ് ഇട്ടുകൊണ്ട് പോയത്. നമ്മുടെ യൂണിഫോം ഇട്ടുണ്ടാവും പോണ. അത് ഇന്ദ്രന്റെ ഷർട്ട് അലക്കിരുന്നേ, ഉണങ്ങിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് വെയിലത്ത് നിർത്തിട്ടേ അവനെ കൊണ്ടേ ഷർട്ട് ഉടപ്പിക്കാൻ. അവൻ വെയിലത്ത് അവനാ വെയിലത്തിപ്പില്ല. അവനിപ്പോ വീട്ടിൽ നിൽപ്പുണ്ടാവും. എന്താണ് അവനൊരു ഓട്ടോ പിടിച്ച് പോണാണ്ട് ഞാൻ. എന്റെ ജോലി പുള്ളി മറ്റേ വണ്ടിയുടെ കേസില്ലേ, വണ്ടി ആ കേസിൽ പിടിച്ച. അത് ശരി. ഈ തവണ ഇങ്ങോട്ട് നിക്കണം, ഇങ്ങോട്ട് മാറി നിൽക്കും. സാർ അവന്റെ അടുത്തുനിന്ന് മാറിയുന്നേ. സാറേ എനിക്ക് ജയിലിൽ കിടക്കണ്ട സാറേ. അത് നീയാണോ തീരുമാനിക്കുന്നത്? സാറേ ഞാനും വിക്രമനും കൂടി റോട്ടിൽ കൂടി പോകുമ്പോൾ ഒരാൾ വണ്ടി ഇടിച്ച് കിടക്കണ്. ഞങ്ങളൊരു ഉപകാരമാണ് ചെയ്തത്. അയാളുടെ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി. അത്രേ ചെയ്തുള്ളൂ. കാര്യം ശരി, ഉപകാരം ചെയ്ത്. പക്ഷെ കക്ഷി മരിച്ചോയില്ലേ? മരിച്ചുപോയി. ആ കൊലക്കുറ്റത്തിന് നിങ്ങളാണ് ഉത്തരവാദി. അയ്യോ ഞങ്ങൾ കൊന്നിട്ടില്ല സാറേ. ഞാനൊരു കാര്യം പറയട്ടെ. അവിടെ വണ്ടി ഇടിച്ച് കിടന്നപ്പോ നിങ്ങൾ മാത്രമേ പുള്ളിയെ കണ്ടിട്ടുള്ളൂ. അതിനുള്ള ദൃക്സാക്ഷികൾ നിങ്ങൾ മാത്രമാണ്. വേറെ ആരും ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങളാണ് അയാളെ കൊന്നിരിക്കുന്നത്. നീ ലോക്കപ്പിൽ കിടന്നേ. എന്റെ പൊന്നു സാറേ ഞാൻ ആരും കൊന്നിട്ടില്ല സാറേ. സത്യം മിണ്ടി പോരുന്നു. നമസ്കാരം. സദാശിവൻ സാർ വരുന്നുണ്ടായിരിക്കും.
പോ സാറേ. ആ നമസ്കാരം. എന്റെ ദൈവമാണ്. പോ സാറേ, പോ. ബലരാമൻ, ഇവൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, ഇറക്കി വിടണമെന്ന് പറയാൻ വന്ന. അതല്ല, ഇറക്കി വിടണ്ടെന്ന് പറയാനാ ഞാനിപ്പോ വന്നത്. റോട്ടിൽ ഒരാൾ വണ്ടി ഇടിച്ചേർന്നപ്പോ ഞാനും വിക്രമനും കൂടി അയാളെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഒരു ഉപകാരമാണ് സാർ ഞാൻ ചെയ്തത്. അങ്ങോട്ട് ചെല്ല അങ്ങോട്ട്. എടോ, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ പ്രയോജനം? ഇത്രയും നാൾ താൻ ചെയ്തതല്ല ഞങ്ങൾക്ക് നല്ല ഗുണം ചെയ്തിട്ടുണ്ട്. ഇത് വല്ല ഗുണമുണ്ടാ? പിന്നെ തന്നെ എന്തിനാ ഞങ്ങൾ ചുമക്കണത്? താൻ അകത്ത് കിടക്കണം. അത് പറയാനാ ഞാൻ വന്നത്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. സദാശിവൻ സാർ പറഞ്ഞു കേട്ടല്ലോ. അയ്യോ, സാറിന്റെ പടിയായിരുന്നു. കേറ്. എനിക്ക് ജയിലിൽ കിടക്കണ്ട സാറേ. എടാ, ലോകകപ്പിൽ കേറ്. അങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങിയ മുത്തും വിക്രമനും വീണ്ടും ജയിലിൽ തന്നെയായി. ഇതിൽ നിന്ന് നിനക്കെന്താ മനസ്സിലായത്? ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായത്, എന്തത്? നമ്മുടെ നാട്ടിൽ ജയിലിൽ പോകണമെങ്കിൽ വലിയ കുറ്റകൃത്യങ്ങൾ ഒന്നും ചെയ്യണ്ട, ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ മതി. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ചോട്ടാ ബെടാ കോമഡി സ്റ്റോറീസ്.